സെഷനിൽ കൂടുതൽ നമുക്കായിരിക്കുവാൻ കർത്താവ് സഹായിക്കുന്നു. വളരെ അനുഗ്രഹീതമായ വാചകങ്ങളും ശുശ്രൂഷയെക്കുറിച്ച് നാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. തീർച്ചയായിട്ടും കേട്ട രണ്ട് കാര്യങ്ങളും ഒന്നിനോടൊന്ന് ചേർന്ന് നിൽക്കുന്നതാണ്. NOSന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് പറഞ്ഞു. ദൈവവചന പഠനത്തിന്റെ പ്രാധാന്യതയാണ് വെളിപ്പെടുത്തുന്നത്. നാം എല്ലാവരും വ്യക്തിപരമായ വചനം പഠിക്കുന്നവരാണ്, സ്വകാര്യ പഠിക്കുന്നവരാണ്. എന്നാൽ ക്രമീകൃതമായ ഒരു ദൈവവചന പഠനം അത് വളരെ ആവശ്യമാണ്. പ്രത്യേകിച്ച് ഈ നാളുകളിൽ കർത്താവിന്റെ വചനം നമുക്ക് ഈ നിലയിൽ ധാരാളമായി നൽകപ്പെട്ടിരിക്കുമ്പോൾ അത് അത്രയും പ്രയോജനപ്പെടുത്തുവാനും ദൈവം നമ്മെ സഹായിക്കട്ടെ. കൂടുതൽ ഫലമുള്ളവരായ പ്രയോജനമുള്ളവരായിരിക്കും. ശേഷം YMBFന്റെ ശുശ്രൂഷകളെ കേട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു. റാന്നിയിൽ ഞാനും YMBFന്റെ പ്രവർത്തനങ്ങളിൽ ഒരു അല്ലെങ്കിൽ ഭാഗവാക്കാകുന്നുണ്ട്. കർത്താവ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് YMBFന്റെ ഇവിടുത്തെ പ്രവർത്തനങ്ങളെ ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ ആത്മഭാരത്തോടുകൂടെ കാര്യങ്ങളെ ക്രമീകരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ടല്ലോ ഇവിടെ. എല്ലാവരും അതിന് ചുമക്കെടുക്കുവാൻ ദൈവം സഹായിക്കട്ടെ. അങ്ങനെ ഇത് രണ്ടും ചേർന്നിരിക്കുന്നതാണ്. ഒന്ന്, ദൈവവചനമാണ് നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുന്നത്, നമ്മുടെ ജീവിതങ്ങൾ കർത്താവിന് പ്രയോജനമുള്ളതാക്കി തീർക്കുന്നത്. അങ്ങനെ പ്രയോജനമുള്ളതാകുമ്പോൾ നാം ഫലപ്രദപ്പെടുത്തിക്കും. അനേകരെ കർത്താവിലേക്ക് നയിക്കുവാൻ അതിനുള്ളൊരു മാനസിക ആഗ്രഹവും നമുക്കുണ്ടാകും. ആ നിലയിൽ YMBFൽ കൂടുതൽ കൃപമായി തീരുവാനും അനേകരെ കർത്താവിന് വേണ്ടി നേടുവാനും പ്രിയപ്പെട്ടവരെ ദൈവം സഹായിക്കട്ടെ. എമ്മാഉസിന്റെ ശുശ്രൂഷകളെ ദൈവം ആദരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം നമുക്ക് അതിൻ്റെതായ സഹകരണം ചെയ്യുവാനും സാധിക്കട്ടെ. കർത്താവിന് കൊടുക്കുന്ന രാവിലെ മുതൽ ദൈവജനത്തെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടം എന്തെന്ന് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നാം ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരാകണം. ദൈവം നമ്മെ എവിടെല്ലാം ആക്കി വെച്ചിരിക്കുന്നുവോ അവിടെയെല്ലാം ദൈവത്തിന് പ്രസാദമുള്ള, ദൈവത്തിന് സന്തോഷം പകരുന്ന ഒരു അനുഗ്രഹീയ ക്രിസ്തീയ ജീവിതം നയിക്കേണ്ടത് എത്രയും ആവശ്യമാണ്. അതിലൊന്നാമത്തെ മാർഗം നാം കാണുകയായിരുന്നു. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതാണ്. ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ അത് വിശ്വാസം ആവശ്യമാണ്. അതിലൊന്നാം ഭാഗം നാം കണ്ടു. എന്ത് വിശ്വസിക്കണം? ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്ന് വിശ്വസിക്കണം. സർവവ്യാപിയായ ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഈ ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. ഈ ദൈവം അറിയുന്നത് കൊണ്ട്, നമ്മെ കാണുന്നു എന്നുള്ള വിശ്വാസമുള്ളത് കൊണ്ട്, ആ ബോധ്യത്തിൽ നാം ആയിരിക്കുന്നത് കൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. ആരോഗ്യന്റെ ജീവിതത്തിൽ ദൈവത്തെ താൻ പ്രസാദിപ്പിച്ചത്, തന്റെ ജീവിതത്തെ മാറ്റിമറിച്ചത് ഈ വിശ്വാസമായിരുന്നു. ദൈവം തന്നെ കാണുന്നത്. ആളുകൾക്ക് ഒരുപക്ഷെ ചോദിച്ചേക്കാം, ആരോഗ്യ നീ എന്തിനാ ഇങ്ങനെ ഒരു വേർപാട് ജീവിതം നയിക്കുന്നത്? നീ എന്തിനാ ഈ ലോകക്കാരെ പോലെ ജീവിക്കാനിരിക്കുന്നത്? നീ എന്തുകൊണ്ടാണ് ഞങ്ങളോടൊപ്പം രസിക്കുവാൻ വരാത്തത്? മറുപടി ഇതാണ്, എന്നെ കാണുന്ന ഒരു ദൈവമുണ്ട്, എന്നെ അറിയുന്ന ഒരു ദൈവമുണ്ട്, ദഹിപ്പിക്കുന്ന അഗ്നിയായ ഒരു ദൈവം എനിക്കുണ്ട്. ആ ദൈവം എല്ലാം അറിയുന്നു. അതുകൊണ്ട് ആ ദൈവം എന്നെ കാണുന്നത് കൊണ്ട് ഞാൻ ചെയ്യില്ല. നെഹമ്യാവിന്റെ പുസ്തകം 5-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഭാഗ്യം ഞാൻ വിശദീകരിക്കുന്നില്ല. നെഹമ്യാവ് പറയുന്നുണ്ട്, എനിക്ക് മുമ്പുണ്ടായിരുന്ന ദേശാധിപതികളൊക്കെ ജനത്തിന് ഭാരമായിരുന്നു. ഇങ്ങനെ പറയുന്നുണ്ട്, അവര് ജനത്തിൽ കൈക്കൂലി വാങ്ങി അന്യായമായുള്ള ആദായമൊക്കെ കൈക്കൂലിയൊക്കെ വാങ്ങുന്നുണ്ട്. അത് ഒടുവിൽ ഇങ്ങനെ ഭാഗം അവസാനിക്കുന്നത്, അങ്ങനെയൊന്നും ദൈവഭയം ഹേതുവായി അങ്ങനെയൊന്നും ഞാൻ ചെയ്തില്ല. എനിക്ക് വേണമെങ്കിൽ ചെയ്യാമായിരുന്നു. ഒരു മനുഷ്യനും വന്ന് ഒരതിർത്തി പറയുകയില്ല. കാരണം എനിക്കുള്ള മുമ്പുണ്ടായിരുന്ന ദേശാധിപതികളൊക്കെ ചെയ്തില്ല. ഞാൻ ദേശാധിപതിയായി കഴിഞ്ഞപ്പോഴും അങ്ങനെയൊന്നും ചെയ്തില്ല. എന്തുകൊണ്ട് ചെയ്തില്ല? ആളുകളൊക്കെ എന്നെക്കുറിച്ച് ദോഷം പറയുമല്ലോ, അതുകൊണ്ട് ഞാൻ ചെയ്തില്ലതല്ല. ദൈവഭയം ഹേതുവായി. ചേർത്ത് പറയട്ടെ, ദൈവമുണ്ട്, ദൈവം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു, അതുകൊണ്ട് ദൈവഭയം ഹേതുവായി അങ്ങനെയൊന്നും ചെയ്തില്ല. പേരെ ദൈവം നമ്മെ അറിയുന്നത് കൊണ്ട് നമ്മുടെ ഹൃദയത്തെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ഈ രണ്ടുണ്ട്. ഒന്ന്, നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ ഒരു സഹായിക്കും. രണ്ട്, ഇത് വലിയൊരു ആശ്വാസം കൂടെ, വലിയൊരു ആശ്വാസം കൂടെ. കാരണം എന്റെ ദൈവം സർവ്വവ്യാപിയായ ദൈവമാണ്. എന്റെ സന്തോഷത്തിൽ മാത്രമല്ല, എന്റെ ദുഃഖത്തിലും ഈ കർത്താവുണ്ട്. എന്റെ നേട്ടങ്ങളിൽ മാത്രമല്ല, എന്റെ വേദനകളിലും എന്റെ കർത്താവുണ്ട്. എന്റെ ഒറ്റപ്പെടലുകളിൽ കർത്താവുണ്ട്. എന്റെ ഹൃദയ വേദനകളിൽ കർത്താവുണ്ട്. മറ്റാരും അറിയാത്ത എന്റെ സ്വകാര്യ ദുഃഖങ്ങളെ അറിയുന്ന ഒരു ദൈവമാണ് എന്റെ ദൈവം. അതുകൊണ്ട് ഇതൊരു ആശ്വാസത്തിന് പോലെയുള്ള കാര്യം കൂടെയാണ്. ഇനി രണ്ടാമത് താൻ വിശ്വസിച്ചത് എന്ന് എബ്രായ ലേഖനം 11-ാമത്തെ വാക്യത്തിലേക്ക് വരാം. എബ്രായ ലേഖനം 11-ാം വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല.
ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ല. രണ്ട് എന്ത് നമുക്ക് വിശ്വസിച്ചു? അവിടെ പറഞ്ഞിരിക്കുക, ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ താൻ വിശ്വസിച്ചത് ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്ന് വിശ്വസിക്കേണ്ടതല്ലയോ? എന്താണ് എന്റെ ആശയം? ദൈവമാരാ? എന്റെ ദൈവം പ്രതിഫലം നൽകുന്ന ദൈവമാണ്. ഇത് കേവലം അറിഞ്ഞാൽ മാത്രം പോരാ, ഇത് വിശ്വസിച്ചു. ഒരുപക്ഷെ ഹാനോക്കിനോട് ചോദിച്ചു കാണും, ഹാനോക്കി നീ എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നത്? നിനക്ക് എന്ത് പ്രയോജനം ഉണ്ടാകാൻ പോകുന്നത്? മറുപടി ഇതാണ്, എന്നെ കാണുന്ന ഒരു ദൈവമുണ്ട്, എന്നെ അറിയുന്ന ഒരു ദൈവമുണ്ട്, ഞാൻ ചെയ്യുന്ന വേലകളും പ്രവർത്തികളും എന്റെ ജീവിതം നന്നായി അറിയുന്ന ഒരു കർത്താവുണ്ട്. ഈ ദൈവം ആരാ? ഈ ദൈവം പ്രതിഫലം നൽകുന്ന ദൈവമാണ്. ഞാൻ എന്തൊക്കെ ചെയ്താൽ, എനിക്ക് പറയട്ടെ, സഭയിൽ നേരത്തെ കടന്നു വന്ന് പായൊക്കെ വിരിച്ചിട്ടു, ആരും കണ്ടില്ല. കസേരയൊക്കെ ഇടുവാനായിട്ട് കാര്യങ്ങളൊക്കെ നേരത്തെ ക്രമീകരിച്ച് മുൻകൂട്ടി വന്നു, കൃത്യസമയത്ത് യോഗത്തിന് വന്നു, ആരും ഇതൊന്നും പറയുന്നില്ല. ഞാൻ പറയട്ടെ, ഇതൊക്കെ കാണുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ ചെയ്യുന്നത് പരസ്യമായതും രഹസ്യമായതും സകലവും അറിയുന്ന ഒരു ദൈവമുണ്ട്. ഈ ദൈവം എനിക്ക് പ്രതിഫലം നൽകും. അത് ഹാനോക്ക് വിശ്വസിച്ചു. പ്രിയരെ, ഞാൻ പറയട്ടെ, ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ തന്റെ ജീവിതത്തെ താൻ ക്രമീകരിച്ചതിന്റെ ഒരു കാരണം, തനിക്ക് സകലത്തിനും പ്രതിഫലം തരുന്ന ഒരു ഗ്ലാസ് വെള്ളം കർത്താവിന്റെ നാമത്തിനു വേണ്ടി കൊടുത്താൽ അതിന് പ്രതിഫലം നൽകുന്ന ഒരു ദൈവമുണ്ട്. ഇവിടെയുള്ള ദാസന്മാർ, പ്രത്യേകിച്ച് വൈദ്യുതിയോട് ബന്ധത്തിലൊക്കെ മാത്രമല്ല, ദൈവദാസന്മാരൊക്കെ ചെയ്യുന്ന എത്രയോ ശുശ്രൂഷകളുണ്ട്. ഇതിനൊക്കെ പിന്നിൽ നിന്നുകൊണ്ട് ബലം പകരുവാൻ, അവരെ പ്രോത്സാഹിപ്പിക്കുവാൻ, അവർക്ക് കൊടുക്കേണ്ട സഹകരണങ്ങൾ കൊടുക്കുവാൻ, അവർക്ക് ഒരു പിൻതാങ്ങായി നിൽക്കുമ്പോൾ ഞാൻ പറയട്ടെ, ദൈവം നമ്മെ ആദരിക്കും. എന്നെ മാനിക്കുന്നവനെ തീർച്ചയായും ഏത് നിലയിലും എനിക്ക് ഒരു മേന്മയ്ക്കും വേണ്ടിയല്ല, എനിക്ക് ഗുണമുണ്ടാകാൻ വേണ്ടിയല്ല, ഞാൻ എന്റെ ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്താലും അതിനൊരു പ്രതിഫലം ഉണ്ട്. ഒരുപക്ഷെങ്കിൽ ഞാൻ പറഞ്ഞോട്ടെ, സുവിശേഷത്തിലുള്ള എല്ലാത്തിന്റെയും ആത്യന്തികമായി നാം ചെയ്യേണ്ടത്, നമുക്ക് ഈ ഓർമ്മിച്ചതും കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുന്നതും എല്ലാം എനിക്കൊരു ഔട്ട്കം ഉണ്ടാകണം, ഇതിൽ നിന്നൊരു ഫലം പുറപ്പെടുകയും എന്താ ചിലരെയെങ്കിലും കർത്താവിന് വേണ്ടി നേടുവാൻ കാരണമാകണം. ചിലപ്പോഴൊക്കെ നാം പൊതുവെ കേൾക്കുന്ന ഭവന സന്ദർശനത്തിനൊക്കെ ആയിട്ട് കടന്നു പോകുമ്പോൾ പൊതുവെ നാം കേൾക്കുന്ന ഒരു കാര്യമുണ്ട്, ഇന്നടത്തുള്ള വരുന്നത് കേട്ടോ, ഇന്ന വീട്ടിൽ ഇന്ന സഭയിലാണ് നിങ്ങൾ വരുന്നത് പറയും, ഞങ്ങളുടെ ഈ തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്ന അവർ നിങ്ങളുടെ കൂടെ അല്ലേ വരുന്നത്? അതെ, ആ സഹോദരൻ ഞങ്ങളുടെ കൂടെ ഉള്ളതാ. എന്നാൽ അദ്ദേഹത്തിന്റെ സുവിശേഷം ഇവിടെ പ്രസംഗിക്കുന്ന കാരണം എന്താ? അയൽപക്കക്കാരനുമായി കാണുന്ന ആളുകളും ഒക്കെ ആയിട്ടുള്ള ജീവിതവും ഇടപെടലും ഒക്കെ ഇവർ കണ്ടുകൊണ്ടിരിക്കുക. ജീവിതത്തിൽ രൂപാന്തരവും ഇല്ല. ജീവിതമൊക്കെ കണ്ടിട്ട് ആളുകൾ പറയുക, ഇവന്റെ സുവിശേഷം, ഇവര് പോകുന്ന പള്ളിയിൽ, ഇവര് പോകുന്ന സന്ദേശം, ഇവരുടെ കാര്യങ്ങളിലൊന്നും ഞങ്ങൾക്ക് ഏർപ്പെടുന്നില്ല. കാരണം അത്രേ അതിലും മെച്ചമല്ലേ ഞങ്ങളുടെയൊക്കെ ജീവിതം, ഞങ്ങളുടെ ജീവിതമൊക്കെ അതിലും മെച്ചമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പള്ളി കളയുന്നവരുണ്ട്. ഞാൻ പറയട്ടെ, അതുപോലെ സുവിശേഷം പരസ്യമായിട്ട് പോയി പ്രസംഗിക്കുവാൻ എല്ലാവർക്കും കഴിയണമെന്നില്ല. എല്ലാവർക്കും സുവിശേഷം പറയാതെ എല്ലാവരുടെ ഉത്തരവാദിത്വമാണ്. എന്നാൽ അങ്ങനെ കഴിഞ്ഞില്ലെങ്കിൽ പോലും ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതം കൊണ്ടെങ്കിലും സുവിശേഷത്തിന്റെ മാതൃകളായിട്ട് നാം ഇരിക്കണം. സുവിശേഷത്തിന്റെ മാതൃകളായിട്ട് എന്ന് വെച്ചാൽ, ഒരാള് അല്ലെങ്കിൽ ഒരു ദൈവദാസൻ അല്ലെങ്കിൽ ചില സഹോദരന്മാർ സുവിശേഷം പറയുവാൻ നമ്മുടെ അയൽപക്കത്തെ വീട്ടിൽ പോയാലും നമ്മൾ അയൽപക്കത്ത് താമസിക്കുന്നത് കൊണ്ട് കേൾക്കുവാൻ അവർ വാതിൽ തുറന്നു കൊടുക്കുന്ന നമ്മൾ മാതൃകളായിട്ടെങ്കിലും ഇരിക്കാം. എനിക്ക് പറയട്ടെ, ഇങ്ങനെ കടന്നു പോകുന്നവർക്ക് വേണ്ടി പ്രോത്സാഹനം നിൽക്കേണ്ടതും ആവശ്യമാണ്. ഇങ്ങനെ ഒരു പ്രോത്സാഹനം. രണ്ട്, സാധാരണ ഇങ്ങനെ പറയുന്ന ഒരു വാചകമുണ്ട്, ഇവരൊക്കെ കഥകളായിട്ട് നിൽക്കുകയാണെങ്കിൽ കഥകിന്റെ വിചാരികയായിട്ട് നാം നിൽക്കണം. എന്ന് വെച്ചാൽ എന്താ? അടയ്ക്കുവാനും തുറക്കുവാനും ഇവർക്ക് പോകുവാനും ശുശ്രൂഷിക്കുവാനുമുള്ള വിചാരികയായി നിൽക്കണം. അല്ലാതെ സ്റ്റക്കായി നിന്ന് തുറക്കരുത്. ഇവന് വേണ്ടി തുറക്കപ്പെടാത്ത നിലയിലല്ല, തുറക്കുവാനും അടയ്ക്കുവാനും ഇത് പ്രയോജനമുള്ള ജീവിതം നയിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അതിന് ഇവിടെ ഹാനോക്കിനോട് ബന്ധത്തിൽ ചിന്തിച്ചതുപോലെ ദൈവം പ്രതിഫലം നൽകും എന്ന് വെച്ച് ഇങ്ങനെ പറയുക, കർത്താവ് പ്രതിഫലം തരും കേട്ടോ. അതുകൊണ്ട് ഇതൊരു പ്രോത്സാഹനമാണ്. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, ദൈവമക്കൾ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്നതിന്, കർത്താവിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്തെങ്കിലും കിട്ടുമെന്നുള്ള ചിന്തയോടെ ആവേണ്ട ആവശ്യമില്ല. ദൈവമേ, എന്തിനാ എനിക്ക് പ്രതിഫലം നൽകുന്നത്? തരേണ്ട ഒരു ആവശ്യമുണ്ടോ? ഒരാവശ്യമില്ലെന്ന്. കാരണം ഈ പാപിയായിരുന്ന നിത്യ നരകത്തിലേക്ക് പോകേണ്ടിയിരുന്ന എന്നെ സ്വർഗത്തിന് അവകാശിയാക്കി ദൈവം തീർത്തിട്ടുണ്ട്. എനിക്ക് നന്മകൾ നൽകിയിട്ടുണ്ട്, എന്നെ വീണ്ടെടുത്തു. ക്രിസ്തുയേശുവിന്റെ രക്തത്തോളം കേട്ടതുപോലെ ഒരാത്മാവിന്റെ വില എത്രയധികമാണ്. സർവ്വലോകത്തേക്കാളും വിലപിടിപ്പുള്ള, ഞാൻ പറയുന്നത് ലോകത്തിലുള്ള എല്ലാറ്റിനേക്കാളും വിലപിടിപ്പ്
എന്റെ ആത്മാവിന് നൽകി സ്വന്തം ജീവനെ കാൽവരിയുടെ ക്രൂശിൽ ചൊരിഞ്ഞ ഒരു കർത്താവ്, രക്തം ചൊരിഞ്ഞ ഒരു കർത്താവ് എന്നെ വീണ്ടെടുത്തിരിക്കുക, സ്വർഗം എനിക്ക് നൽകിയിരിക്കുക, സ്വർഗത്തിലെ അനുഗ്രഹങ്ങളെ അനുഗ്രഹിച്ചിരിക്കുക. അതുകൊണ്ട് പ്രതിഫലം തന്നില്ലെങ്കിലും കർത്താവിന് വേല ചെയ്യുവാൻ നാം ബാധ്യസ്ഥരാണ്. എന്നാൽ കർത്താവ് പറഞ്ഞുകൊണ്ടല്ല, കർത്താവ് നീ ചെയ്യണമെന്നല്ല, നീ ചെയ്താൽ അതിന് നിനക്ക് പ്രതിഫലം. ഇങ്ങനെ ചിന്തിച്ച് ഒരു വ്യക്തി കടന്നു വന്ന് എനിക്ക് കോടാനുകോടി സ്വത്ത് തന്നിരിക്കുക, അദ്ദേഹം ഒത്തിരി സ്വത്ത് എനിക്ക് തന്നു, ഒത്തിരി കോടിക്കണക്കിന് പണം എനിക്ക് തന്നു. അപ്പോൾ അദ്ദേഹം തൊട്ടടുത്ത വീട്ടിലാണ് താമസിക്കുന്നത്, തൊട്ടടുത്ത അദ്ദേഹത്തിന്റെ വീട്. ഞാൻ പിറ്റേന്ന് രാത്രി അവിടെ പോയിട്ട് അദ്ദേഹത്തിന്റെ മുമ്പിൽ കിടക്കുന്ന കാറൊക്കെ ഒന്ന് കഴുകിയിടുക. അപ്പോൾ എന്റെ വീട്ടിൽ ചിന്തിക്കുന്നത്, ഈ കഴുകിയതിന്റെ പേരിൽ ഒരു 100 രൂപ കൂടി എനിക്ക് കിട്ടും, അങ്ങനെയാകും അല്ല. എന്തിനാ ചെയ്യുന്നത്? എന്നെ ഇത്രയും നൽകിയത് കൊണ്ട് എന്റെ സ്നേഹം എനിക്കൊന്ന് പ്രകടിപ്പിക്കണം, ഞാൻ അനുഭവിച്ചിരിക്കുന്നത് പ്രകടിപ്പിക്കണം, അതിനുവേണ്ടിയായിരിക്കും ചെയ്യുന്നത്. അതുപോലെ ഒരു നല്ല ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്, നിത്യ അവകാശം നമുക്ക് നൽകിയിരിക്കുകയാണ്. സ്വന്തം ജീവൻ, സ്വന്തം പുത്രന്റെ ജീവനെ നമുക്ക് നൽകി തന്നിരിക്കുക. അതുകൊണ്ട് കർത്താവിന് വേണ്ടി ശുശ്രൂഷിക്കുവാൻ, കർത്താവിന് വേണ്ടി ചെയ്യുവാൻ പ്രതിഫലേച്ഛ ഇല്ലാതെ നാം ചെയ്യേണ്ടവരാണ്. എന്നാൽ ഇവിടെ ഒരു കർത്താവ് അതിനേക്കാളും ഉന്നതൻ. നമ്മുടെ കർത്താവ് പറയുക, എന്താ പറഞ്ഞിരിക്കുന്നത്? ഞാൻ പ്രതിഫലം നൽകും. പ്രതിഫലം തരേണ്ട ആവശ്യമൊന്നുമില്ല, ഈ യജമാനന് പ്രതിഫലം നൽകേണ്ട ആവശ്യമില്ല, എങ്കിലും പ്രതിഫലമുണ്ട്. അപ്പോൾ അതിന്റെ വില എത്ര ഉന്നതമാണ്, എത്ര സ്നേഹവാനായ, എത്ര ഉന്നതനായ ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് കേൾക്കുന്ന പ്രിയരെ, കർത്താവിന് വേണ്ടി നമുക്ക് നിൽക്കാം, കർത്താവിന് വേണ്ടി ചിലത് ചെയ്യാം. നമുക്ക് പ്രതിഫലം നൽകുന്ന ഒരു കർത്താവോടാണ് നമ്മുടെ ദൈവം. ചില സഹോദരന്മാരൊക്കെ പ്രത്യേകിച്ച് യൗവനക്കാരായിരിക്കുന്നവരൊക്കെ വളരെ അടുത്തു, സഭയിലെ ചില കാര്യങ്ങൾ കണ്ടിട്ട് അടുത്തു ഒറ്റ മനുഷ്യൻ വരികയില്ല. ഞാൻ എന്ത് നല്ല കാര്യം ചെയ്താലും, എത്ര സഭയ്ക്ക് വേണ്ടി ചെയ്താലും, എത്ര ഓടിയാലും ഇതൊക്കെ കാണാൻ ഒന്നും മനസ്സില്ല. എന്നിട്ട് വന്ന് എന്തെങ്കിലും ഒരു അബദ്ധവശം സംഭവിച്ചു പോയാൽ എന്നെ മാറ്റി നിർത്തി പറയുന്നതൊക്കെ കേട്ടാൽ പിന്നെ യോഗത്തിൽ വരാൻ തോന്നുകയാണ് എന്നൊക്കെ പറയും. ഒത്തിരി നിരുത്സാഹനമാണ്. അപ്പോഴൊക്കെ ഈ വാക്യം എടുത്ത് ചൂണ്ടിക്കാണിച്ച് പറയും, ഇത് നമുക്ക് പ്രതിഫലം നൽകുന്നതാരാ? കർത്താവ്. നമ്മൾ ചെയ്തതിനൊക്കെ ഉണ്ട്, ശരിയാ. നമുക്ക് ഒരു പക്ഷേ ഇവിടെ അതിനുള്ള മാനമൊക്കെ ലഭിക്കും. പക്ഷേ ഞാൻ പറയട്ടെ, പ്രതിഫലം നൽകുന്നത് ഒരുപക്ഷെ ആരും എന്റെ പ്രവർത്തി കണ്ടില്ലെങ്കിലും, ഞാൻ എന്റെ കർത്താവിന് വേണ്ടി ചെയ്തത് ഒരു മനുഷ്യൻ കണ്ടില്ലെങ്കിലും, ചിലപ്പോഴൊക്കെ പറഞ്ഞതുപോലെ കൂടത്തിലൊന്ന് പോകുക മാത്രമല്ല ചെയ്യുന്നത്, പറയാൻ പോലും പറയത്തില്ല, അല്ല കൂടെ ഒന്ന് പോവുകയും ചെയ്തു പറഞ്ഞേ, വെറുതെ കൂടെ പോവുകയും ചെയ്യുള്ളൂ. ഞാൻ പറയട്ടെ, അങ്ങനെ ഒരു പിന്താനായി കൂടെ പോയി പ്രാർത്ഥിച്ചു, വീട്ടിലിരുന്നു അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇതിനൊക്കെ സ്വർഗ്ഗത്തിലെ ദൈവം പ്രതിഫലം തരും. അത് അവിടെ ചൊല്ലുമ്പോഴുണ്ട്, ഇവിടെയും ഉണ്ട്. കർത്താവിന് മഹത്വം. അപ്പം പ്രതിഫലം നൽകുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഇത് വിശ്വസിക്കാം. ഇവിടെ പറയുക, ചെയ്യുന്നതിനൊക്കെയും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം നൽകുന്നവനായ വിശ്വസ്തനായ ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ കർത്താവിന് വേണ്ടി ജീവിതത്തെ ക്രമീകരിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കും. നമുക്ക് പ്രതിഫലം നൽകുന്നത് കൊണ്ട് ഞാനൊക്കെ പറഞ്ഞു, നിങ്ങൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ജീവിച്ചോ, പക്ഷെ ഞാൻ അങ്ങനെ ജീവിക്കുന്നില്ല. എനിക്ക് വേണ്ടി പ്രതിഫലം ഒരുക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്നൊന്നിച്ച് നാം കടന്നു വരുമ്പോൾ നമുക്ക് ഇങ്ങനെ നെഞ്ചോത്ത് വെച്ച് കൈവച്ചുകൊണ്ട് പറയാം, എനിക്ക് പ്രതിഫലം നൽകുന്ന ഒരു ദൈവം. ആളുകളൊക്കെ എന്നെ നോക്കി നിന്ദിച്ചാലും, അവരൊക്കെ തലമാറ്റി കാണിച്ചാലും, അവരൊക്കെ നിരുത്സാഹപ്പെടുത്തിയാലും, എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്, എനിക്ക് പ്രതിഫലം നൽകുന്ന ഒരു ദൈവമുണ്ട്. റോമാലേഖനം 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു വാക്യമിങ്ങനെയുണ്ട്, നമ്മുടെ ദൈവമോ അവൻ പ്രോത്സാഹനങ്ങളുടെ ദൈവമാണ്. God is a God of encouragement. നമ്മുടെ ദൈവം അവൻ പ്രോത്സാഹനങ്ങളുടെ ദൈവമാണ്. അതുകൊണ്ട് കേൾക്കുന്ന പ്രിയരെ, കർത്താവിന് വേണ്ടി നിലനിൽക്കുന്നത് ദൈവം നമുക്ക് പ്രതിഫലം നൽകും. ജീവിതത്തെ ക്രമീകരിക്കാം, സുവിശേഷത്തിന്റെ വാതിലുകളായിട്ട് നമുക്ക് തീരാം. നമ്മെ കൊണ്ടാവുന്നത് എല്ലാവരും ഉള്ളതുപോലെ സാധിക്കുന്നത് പോലെ കർത്താവിന് വേണ്ടി നിൽക്കണം. എന്റെ അയൽപക്കക്കാരെ രക്ഷിക്കപ്പെടുവാൻ അതിനായി ഞാൻ ഒരുക്കമുള്ളവനായിരിക്കണം. എന്റെ സംസാരത്തിൽ ചിലരൊക്കെ ഉണ്ട്, ഞാൻ നമുക്ക് സ്ഥിരം പോകുന്ന കടയാണ്, അവിടെ ചെന്നിട്ട് 2 രൂപയുടെ പേരിൽ 5 രൂപയുടെ പേരിൽ എന്തെല്ലാം അനാവശ്യങ്ങൾ പറയും. അങ്ങ് പറയുക, ഈ 2 രൂപ കൊണ്ട് വീട്ടിൽ ചെന്ന് 2 ഏക്കർ സ്ഥലം മേടിക്കാനുള്ളത് പോലെയാ ഇതിനു വേണ്ടി പറയുക. അങ്ങനെ പോവുക. ഇവര് ചിലപ്പോൾ ഇവരൊരു പിശുക്കനാണ്, അവന് പല വാക്കുകൾ ഉപയോഗിക്കുമല്ലോ, അതൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല. അങ്ങനെ മുന്നോട്ട് പോവുക. നമ്മുടെ ഇവിടെ ഓട്ടോക്കാര്, ചിലവര് ഓട്ടോറിക്ഷ ഓടിക്കുന്നവര്, കച്ചവട സ്ഥാപനങ്ങൾ നടത്തുന്നവര്, ആളുകൾ പലരും ഇവരൊക്കെ ഇടപെടലുകള് ചിലരെ ഇവരൊന്നും ഒരു വിലയില്ലാത്തതുപോലെ പറയട്ടെ, വളരെ ബുദ്ധിയോടുകൂടെ കഴിക്കേണ്ട ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഈ കർത്താവ് പറഞ്ഞ ഒരു ഉപമ, ആ ഒരു കാര്യസ്ഥൻ അവൻ യജമാനന്റെ വസ്തുവകയൊക്കെ ധാരാളിതമാക്കി കളഞ്ഞു എന്നൊരു വാർത്ത കേട്ടപ്പോൾ ഇവനെ ജോലിക്ക് പിരിച്ചുവിടാൻ പോവുകയാണ്. ഇവൻ ചെയ്ത പ്രവൃത്തി എന്താ? അവൻ ചെയ്യുന്നത് ശരിയൊന്നും കർത്താവ് പറഞ്ഞില്ല, പക്ഷെ അവന് ലഭിച്ച അവസരത്തിൽ ഇവന്റെ ജോലി പോകുമെന്നായപ്പോൾ ഇവൻ ചെയ്തൊരു കാര്യമുണ്ട്. അവൻ ഓടി ചെന്ന്
കടപ്പെട്ടിരുന്ന ആളുകളെയൊക്കെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് അവൻ 100 ഉള്ളത് 100 വെള്ളിക്ക് അസുഖം വെട്ടി കുറച്ച് 50 എഴുതി അങ്ങനെ കുറച്ചൊക്കെ കൊടുത്ത് അതിൽ പറയുന്നത് ഇവർ എന്റെ ജോലി പോകുമ്പോൾ ഇവരെന്നെ വീടുകളിലേക്ക് എന്ന് വെച്ചാൽ ഇവരെ സ്നേഹിതന്മാരാക്കി തീർന്നു. എന്താ അതിന്റെ ആശയം? സ്നേഹിതന്മാരാക്കിക്കൊള്ളണം, ഉള്ളത് കൊണ്ട് സ്നേഹിതന്മാരാക്കിക്കൊള്ളണം. മാമോനെ കൊണ്ട് കർത്താവിന് വേണ്ടി നേടേണ്ട ഒരു കാലഘട്ടം പണം കൊടുത്ത് സഭയെ കൊണ്ടുവരാൻ അങ്ങനെയൊന്നും ചെയ്യുന്നുമില്ലല്ലോ, അങ്ങനെയൊന്നും ചെയ്യത്തുമില്ല. എങ്ങനെ പറയട്ടെ, എന്നാൽ ലഭിച്ച അവസരങ്ങൾ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നത് കർത്താവ് തന്നെയാണ് പറയുന്നുണ്ട്. ഈ ലോകത്തിലെ ജാതികളായ ആളുകൾ അവർ വളരെ ബുദ്ധിയോടുകൂടെ പ്രവർത്തിക്കണം. പറയട്ടെ, വിശ്വാസികൾ ബുദ്ധിഹീനരായി തീരാതെ വളരെ ബുദ്ധിയോടുകൂടെ പ്രവർത്തിക്കേണ്ട ഒരു കാലമാണ്. പ്രതിഫലം ലഭിക്കാനുള്ള നാടുകൾ ഏറ്റവും സമീപമായിരിക്കും. അതുകൊണ്ട് ഈ സമയം ഇത് ഏറ്റവും അടുത്ത അന്ത്യകാലത്തിന്റെ അന്ത്യനാടുകളിലായിരിക്കുമ്പോൾ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നൽകുന്ന അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുന്നവരായിട്ട് നമുക്ക് തീർക്കാം. ഇനി ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത് എങ്ങനെ? ഒന്ന്, വിശ്വാസത്താൽ ദൈവത്തെ പ്രസാദിപ്പിക്കണം. മറ്റൊരു വസ്തുതയിലേക്ക് ഈ രണ്ടാമത്തെ സെഷനിൽ വേഗത്തിൽ കടന്നു വരാം. സമയവും അധികം മുൻപിലില്ല. 1 മണിയാകുമ്പോൾ ഞാൻ അവസാനിപ്പിക്കും. അപ്പോൾ മുഖത്തൊക്കെ ഒരു പുഞ്ചിരി കിട്ടിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. 1 മണിയാകുമ്പോൾ എന്റെ പ്രസംഗം സന്ദേശം അവസാനിപ്പിക്കുന്നത് വേഗത്തിൽ വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം അതിന് 29-ാമത്തെ വാക്യം. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 29-ാമത്തെ വാക്യം. എന്നെ അയച്ചവൻ എന്നോട് കൂടെയുണ്ട്. ഞാൻ എല്ലായ്പ്പോഴും അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് അവൻ എന്നെ ഏകനായി വിട്ടിട്ടില്ല എന്ന് പറഞ്ഞു. ഇവിടെ കർത്താവ് പറയുന്ന വാക്കുകൾ ഇങ്ങനെയാ: എന്നെ അയച്ചവൻ എന്നോട് കൂടെയുണ്ട്, ഞാൻ എല്ലായ്പ്പോഴും അവന് പ്രസാദമുള്ളത്, ഞാൻ എല്ലായ്പ്പോഴും ദൈവത്തെ പിതാവിനെ പ്രസാദിപ്പിക്കുന്നത് ചെയ്തുകൊണ്ടിരിക്കുന്നു, ചെയ്യുന്നത് കൊണ്ട്. ഇതാ എന്റെ മോഹം. ഞാൻ ഈ ഭാഗത്തു നിൽക്കുമെന്ന് ആഗ്രഹിക്കുന്നത് ചെയ്യുന്നത് കൊണ്ട് എന്റെ പിതാവിനെ പ്രസാദിപ്പിക്കുക. ചെയ്യുന്നത് കൊണ്ട് പറയട്ടെ, ദൈവത്തിന് ഇഷ്ടമുള്ളത്, ദൈവം ഹിതം ഇന്നതെന്ന് അറിയുന്നത് കൊണ്ട് നീ ദൈവത്തിന് പ്രസാദിപ്പിക്കുന്നു എന്നല്ല, നീ ചെയ്യുന്നത് കൊണ്ട്. ചെയ്യുന്നതിന് വെച്ചാൽ ദൈവത്തിന്റെ ഇഷ്ടം അറിഞ്ഞ് അത് ചെയ്യുന്നവൻ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നു. ഒറ്റ വാക്കിൽ ഇങ്ങനെ പറയാം: ദൈവേഷ്ടം ചെയ്യുന്നവൻ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നു. ദൈവേഷ്ടം ചെയ്യുന്നവൻ. ഈ ദൈവേഷ്ടം ആരെങ്കിലും പഠിപ്പിച്ചു തന്നോ? ഇവിടെ ഇരിക്കുന്ന ഇവിടെയുള്ള ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ദൈവേഷ്ടം എന്നതെന്ന് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ അത് പഠിപ്പിക്കേണ്ട ഒരു അവസ്ഥ കൂടെ ചില സമയം വരാറുണ്ട്. ചില ദിവസങ്ങൾക്ക് മുമ്പ്, ഒത്തിരി നാളൊന്നും ആയില്ല, 1-2 ആഴ്ചകൾക്ക് മുമ്പ് ഒരു സഹോദരനെ വിളിച്ചു. അദ്ദേഹം പറയുന്നത്, ഞാൻ ഇന്ന ഒരു ദൈവ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. എത്ര വർഷമായി പ്രാർത്ഥിക്കുന്നു? 2 വർഷമായിട്ട് പ്രാർത്ഥിക്കുകയാണ് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു വന്നപ്പോൾ അദ്ദേഹം പ്രാർത്ഥിക്കുന്ന വിഷയം കേട്ടപ്പോൾ പറയട്ടെ, ജാതികൾ പോലും ചെയ്യാത്ത, മടിക്കുന്ന ഒരു കാര്യം നടക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അത് ഇച്ഛയുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ജാതികൾ പോലും ചെയ്യുവാൻ അറയ്ക്കുന്ന കാര്യം ചെയ്യുവാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക 2 വർഷമായിട്ട്. ദൈവഹിതം അല്ലെങ്കിൽ ദൈവേഷ്ടം എന്തെന്നറിയുക. എവിടെ ദൈവഹിതം? ദൈവവചനം ചൊല്ലാകണമെന്ന് പ്രിയ സഹോദരന്മാരെ, രാവിലെ 4 മണിക്ക് അവിടെ യാത്ര ചെയ്ത് ഇവിടെ വന്നിരിക്കാൻ എന്തിനാ? എമോഷണൽ ശുശ്രൂഷയെ കുറിച്ച് പറയാൻ, ദൈവവചനം പഠിക്കുന്നതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പറയുവാൻ. ദൈവവചനം പഠിക്കണം, ദൈവവചനം അറിയണം. ഇതറിയണം. ദൈവേഷ്ടം അറിയണമെങ്കിൽ ദൈവവചനം അറിയണം. ദൈവവചനം നമുക്ക് പറഞ്ഞത് പൊതുവെ പ്രധാനമൊക്കെ ചിന്തയോടെ ഞങ്ങൾക്ക് വചനമൊക്കെ അറിയാം. അതെല്ലാം നമ്മൾ വളരെ ഇന്ന ആണെന്ന് ഞങ്ങൾക്ക് എന്താ പറയാ. ചില നാളുകൾക്ക് മുമ്പ് യഥാർത്ഥമായി നടന്നാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങളുടെ ഭാഗത്ത് നടന്നാണെന്നാ പറയുന്നത്. അവിടെ ഒരു യോഗം നടക്കുക, പൊതുയോഗം നടത്തിയപ്പോൾ പെട്ടെന്നൊരു ദേവദാസ് പ്രായമായ അച്ഛൻ വിദേശത്തു നിന്ന് അപ്പം എന്തെങ്കിലും ഒരു അവസരം കൊടുക്കണം. നോക്കിയപ്പോൾ എല്ലാ പ്രോഗ്രാമും ഷെഡ്യൂൾ ചെയ്ത് വെച്ചിരിക്കുക. എല്ലാം ഒന്നുമില്ല, അതിനകത്ത് ഒട്ടുമില്ല. അപ്പോൾ ഒരു ഒറ്റേ ഉള്ളൂ, ആശീർവാദത്തിന്റെ സമയം. ആശീർവാദം വാക്ക് കൊടുത്തു. അപ്പൊ ആശീർവാദം പിന്നെയാണ് പറയുന്നത്, കൊടുക്കണമല്ലോ. അങ്ങനെ പ്രസംഗം കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു, നന്ദിയുടെ വാക്കുകളൊക്കെ കഴിഞ്ഞു, ക്ലോസിംഗ് പ്രയർ വന്നു, പ്രാർത്ഥന കഴിഞ്ഞു. ഇന്നയാളെ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് പറഞ്ഞു, ഇന്നയാളിന് വിശേഷം ഒന്ന് ആശീർവാദം പറഞ്ഞു. പ്രധാന കുടുംബത്തിലെ വലിയ ആളാണല്ലോ. അപ്പോൾ ഇദ്ദേഹത്തിന്റെ പ്രാർത്ഥന കഴിഞ്ഞു, ആശീർവാദം പറയാൻ വേണ്ടി ഇദ്ദേഹം മുന്നോട്ട് പോകും. അതായത് ഇങ്ങനെ പറഞ്ഞു, സഹോദരന്മാരെ, ഞാൻ ഇതുവരെ ഇന്നും ആശീർവാദം പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഞാൻ ആശീർവാദം പറയുമ്പോൾ തെറ്റ് വരുമെന്ന് ഇങ്ങനെ പറഞ്ഞു. എല്ലാവർക്കും വേണ്ടി ആശീർവാദം. ഇത് വെച്ചാൽ യോഗത്തിൽ ഇതുവരെയും ഒരു യോഗത്തിൽ ഇതുവരെ പോകാത്തവരാണ്. സഭയോഗം എന്തെന്ന് പോലും അറിയത്തില്ല. ബ്രദർക്കാരനാണെന്നുള്ള പേരിൽ 4ാമത്തെ തലമുറയാണെന്നുള്ള പേരിൽ വന്നയുടെ കൊടുത്തതാ. ഇങ്ങനെയായി ഞാൻ പറഞ്ഞു വന്നത് രസകരമായ ഒരു കാര്യമാണെങ്കിലും ഇതൊക്കെ തന്നെ ആവശ്യങ്ങള്. ദൈവമക്കൾക്ക് ദൈവവചനം അറിയത്തില്ല, ദൈവവചനം പഠിക്കുവാൻ സമയമില്ല, ദൈവവചനം വായനയ്ക്കായി സമയം മാറ്റി വെക്കുന്നില്ല, ദൈവവചന ധ്യാനത്തിന് സമയമില്ല.
ദൈവേഷ്ടം അറിയണമെങ്കിൽ ദൈവവചനം അറിയണം, ദൈവവചനം അറിയണം. ഇനി എന്താ അറിഞ്ഞതുകൊണ്ടായോ ഈ രണ്ടാമത്തേതാ അറിവേ ഉള്ളൂ, അറിവുള്ളൂ. എല്ലാം അറിയാം. പക്ഷേ ഈ അറിയുന്ന യാഥാസ്ഥതയിൽ ഏറ്റവും അധികം അടി ഉണ്ടാക്കുന്നത്, ഏറ്റവും അധികം പ്രശ്നം ഉണ്ടാക്കുന്നത് ഇത്രയും അറിയുന്നതാണ്. വചനം പരിജ്ഞാനത്തിൽ നിലനിൽക്കുക. പക്ഷെ പരിജ്ഞാനമുള്ളയാളാ ഏറ്റവും പരിപാടികൾ ഉറപ്പിച്ചു വെക്കുന്നത്. ഞാൻ പറയട്ടെ, ഈ പരിജ്ഞാനം കൊണ്ട് വായിച്ചാൽ ദൈവവചനത്തിൽ അറിവുണ്ട്, പ്രസംഗിക്കാൻ കഴിവുണ്ട്, പഠിപ്പിക്കാൻ കഴിവുണ്ട്. ഇതുകൊണ്ടായില്ല പ്രിയരെ, പ്രവൃത്തിയിൽ കാണുന്നുണ്ട്, ഇത് അനുസരിക്കുവാൻ കഴിയുന്നുണ്ട്. പറയുക, എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നതിനാൽ ഞാൻ അവരെ പ്രസംഗിപ്പിക്കുന്നു. ഇനി മറ്റൊരു വാക്യം ഞാൻ വായിക്കാൻ പറയട്ടെ. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 34-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുന്നുണ്ട്, എന്റെ പിതാവിന്റെ ഇഷ്ടം അറിഞ്ഞ് അത് ചെയ്യുന്നു തന്നെ, അനുസരിക്കുന്നത് തന്നെ എന്റെ ആഹാരം. എന്റെ ആഹാരം, my food is to do the will of my father. എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നത് തന്നെ എന്റെ ആഹാരം എന്നല്ല ചെയ്യുന്നത്. ഇഷ്ടം അറിഞ്ഞ് ചെയ്യുന്നത്. ഇത് ഒത്തിരി കാര്യങ്ങൾ ആളുകൾ ചെയ്യുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഞാൻ പറയട്ടെ, ദൈവേഷ്ടം അറിഞ്ഞാൽ സുവിശേഷത്തെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. സുവിശേഷം എല്ലാവരും ചെയ്യേണ്ട കാര്യം ചെയ്യണം. എന്നാൽ അല്ലാത്ത പല കാര്യങ്ങളും അവിടെയും ഇവിടെയും ഒക്കെ പോയി ചെയ്യുന്നുണ്ട്. അത് ദൈവപ്രസാദം കരുതി ചെയ്യുകയാണ്. അല്ലല്ല, ദൈവേഷ്ടം അറിഞ്ഞ് അത് ചെയ്യണം. എന്തെങ്കിലുമൊക്കെ ചെയ്തതുകൊണ്ടായില്ല, ദൈവേഷ്ടം അറിഞ്ഞ് ചെയ്യണം. ഒരാളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞതാ, പറയുന്ന സംഭവങ്ങളൊന്നും നിങ്ങൾ ആരുമായിട്ടൊന്നും കോട്ടിറങ്ങിയൊന്നും പറയുന്നത്. ഒരാളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞതാ, അദ്ദേഹം പറഞ്ഞു ഇന്നത് ചെയ്യുന്നുണ്ട്, ആ ശുശ്രൂഷയുണ്ട്, സ്കൂളുണ്ട്, അതുകൊണ്ട് ഒത്തിരി കാര്യങ്ങളുണ്ടോ. ചോദിച്ചു, നീ അത് ചെയ്യുന്നുണ്ട്, ഇത് ചെയ്യുന്നൊക്കെ പറഞ്ഞു. നീ ദൈവം എന്ത് ചെയ്യണമെന്ന് നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നീ ചെയ്യുന്നുണ്ടോ? നീ അത് ചെയ്യുന്നുണ്ട്, ഇത് ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്, ശരി. പക്ഷെ ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ചെയ്യുന്നുണ്ടോ? ഒരുപക്ഷെ സ്വർഗ്ഗത്തിൽ ചെല്ലുമ്പോൾ കർത്താവ് നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യം പറയുന്നതായിരിക്കും, നീ അത് ചെയ്തെന്ന് പറഞ്ഞു, ഇത് ചെയ്തെന്ന് പറഞ്ഞു, അത് നീ ഇൻവോൾവ് ആണ്, എല്ലാം ഓക്കെ. ഞാൻ നിന്നോട് പറഞ്ഞത് നീ ചെയ്തോ? ഞാനിത് പറയട്ടെ, ദൈവം നമ്മെ ഫലമേൽപ്പിച്ചത് ചെയ്യുന്നുണ്ടോ? അത് അറിഞ്ഞ് പ്രവർത്തിക്കേണ്ടത്, ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. കർത്താവ് നമ്മെ സഹായികളെ നെഹമ്യാവിന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ, ഇതൊക്കെ പരിചിതമായതുകൊണ്ട് ഞാൻ സമയത്തോടെ കൊണ്ട് ഞാൻ പറഞ്ഞു പോവുകയാണ്. നെഹമ്യാവിന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ വായിക്കുന്നുണ്ട്, 50,000-ഓളം ആളുകൾ സെറുബ്ബാബേലിന്റെ നേതൃത്വത്തിൽ യെരൂശലേമിലേക്ക് മടങ്ങി വന്നു. അവർ ഏകദേശം 100 വർഷത്തോളം അവിടെ പാർത്തു. ദേവാലയത്തിന്റെ പണി കഴിഞ്ഞ് ഏകദേശം 100 വർഷം കഴിഞ്ഞപ്പോൾ 444 BC-യിലാണ് നെഹമ്യാവ് കടന്നു വരുന്നത്. ഓർക്കണം, 538-ൽ മടങ്ങി വന്ന യെരൂശലേമിലേക്ക് മടങ്ങി വന്ന ദൈവജനം അവിടെ 50,000-ഓളം ആളുകൾ ഉണ്ടായിരുന്നു. ഈ 50,000 ആളുകളും അവിടെ വസിച്ചിട്ടും ഒരുത്തൻ പോലും ചിന്തിച്ചില്ല ഇതിന് ചുറ്റും ഒരു മതിൽ പണിയണമെന്ന്. എന്നാൽ എപ്പോൾ നെഹമ്യാവ് ഈ വാർത്ത അറിഞ്ഞുവോ, നാം വായിക്കുന്നത് നെഹമ്യാവിന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ അവിടെ തകർന്നു കിടക്കുന്ന മതിലുകളെ കുറിച്ച് കേട്ടു കഴിഞ്ഞപ്പോൾ ഇരുന്ന് കരഞ്ഞ് ഉപവസിച്ച് പ്രാർത്ഥിച്ച് അവിടേക്ക് കടന്നുപോയത് പ്രവർത്തിച്ച ഒരു നെഹമ്യാവ്. പ്രിയനെ പറയട്ടെ, ദൈവം പ്രവർത്തിക്കണമെന്ന് ചെയ്യണമെന്ന് ദൈവഹിതം വെളിപ്പെടുത്തി നൽകുമ്പോൾ അതനുസരിക്കുവാനുള്ള മനസ്സ് നമുക്കുണ്ടായിരിക്കണം. ഞാൻ പറയട്ടെ, അവിടെയൊക്കെ ദൈവത്തിന്റെ പോഷണമുണ്ട്, അവിടെയൊക്കെ ദൈവം വഴി നടത്തുന്നത് കാണുവാൻ കഴിയും. ഞാൻ ഏലിയാവിന്റെ ജീവിതത്തിലും ഒരു ഉദാഹരണം എടുത്തുകൊണ്ട് ചൂണ്ടിക്കാണിക്കാം. ഏലിയാവിനോട് ദൈവം പറഞ്ഞു, നീ കേട്ട് കോടി അലകെ പോയി ഒളിച്ചിരിക്കുക. ഏലിയാവ് പോയി ഒളിച്ചിരുന്നു. നമ്മോട് വായിക്കുന്നു 4-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ 1 രാജാക്കന്മാർ 17-ാം അധ്യായം 4-ാം വാക്യത്തിൽ, അവിടെ നിന്നെ പോഷിപ്പിക്കേണ്ടതിന് ഞാൻ കാക്കയോട് കൽപ്പിച്ചിരിക്കുന്നു. അവിടെ നിനക്ക് ആഹാരം നൽകേണ്ടതിന് കാക്കയോട് കൽപ്പിച്ചിരിക്കുന്നു. എവിടെ നീ എവിടെ പോകണം? നീ കെരീത്ത് തോട്ടിന് അരികെ പോയി ഒളിച്ചിരിക്കുക, അവിടെ നിന്നെ പോഷിപ്പിക്കും. അവിടെ പോഷിപ്പിക്കാൻ ദൈവഹിതം വെളിപ്പെടുത്തി അത് നീ ചെയ്യുമ്പോൾ നീ കെരീത്ത് തോടിന് അരികെ പോകണമെന്ന് നിനക്കറിയാം. നീ അതിന് അപ്പുറത്ത് പോയിരുന്നിട്ട് വേറെ ഏതെങ്കിലും ഒരു തോടിന്റെ അരികെ പോയിരുന്നാൽ കാക്കയാലുള്ള ആഹാരം, ദൈവത്തോടുള്ള പോഷണം നിനക്ക് ലഭിക്കുകയില്ല. ഇത് ലഭിക്കണമെങ്കിൽ നീ എവിടെയിരിക്കണം? ദൈവഹിതം അറിഞ്ഞിടത്ത് തന്നെ ഇരുന്ന് അവിടെ ചെന്നെങ്കിൽ അത് പ്രവർത്തിച്ചു എന്നതേയാവുകയുള്ളൂ. ദൈവം അവിടെ തന്റെ പോഷണം നൽകി ദൈവം പോഷിപ്പിക്കും. പറയട്ടെ, ദൈവഹിതം അറിഞ്ഞ് ചെയ്യുന്നതിലാണ് ദൈവപ്രസാദം. കേവലം അറിഞ്ഞുകൊണ്ട് മാത്രം ആയില്ല. ഒരാള് തന്റെ വീട്ടിലെ ജോലിക്കാരോട് പറഞ്ഞു, നാളെ എറണാകുളം വരെ പോകണമെന്ന് കാര്യം. അപ്പോൾ ഇദ്ദേഹം തലേന്ന് പറഞ്ഞത് രാത്രി എഴുന്നേറ്റ് ജോലിക്കാരനെ കാണുന്നില്ല, തൊപ്പിട്ടവനെയും കേട്ടില്ല. വൈകുന്നേരം ആയപ്പോൾ വേർത്ത് കുടിച്ച് ഇങ്ങനെ വരികയാണ്, നടന്നു വരികയാണ്. അപ്പൊ ഇവരോട് വൈകുന്നത്, നീ എവിടെ പോയതാ? ഞാൻ എറണാകുളത്തിൽ പോയി. നീ എന്തിനാ എറണാകുളത്തിൽ പോയി? സാറിന്റെ പറഞ്ഞ് ഇന്നലെ പോകുവാൻ ഞാൻ നിന്നെ വേറൊരു കാര്യത്തിന് വേണ്ടി അങ്ങോട്ട് അയച്ചതാ. വെറുതെ എറണാകുളം വരെ പോയിട്ട് തിരിച്ചു. ഇതുപോലെ പല ആളുകൾ
എന്തിനോ വേണ്ടിയൊക്കെയോ പോകുന്നു. പക്ഷെ എന്തിനാണ് ഇവിടെ നടക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പറയട്ടെ, എന്തിനാ ചെയ്യുന്നത്? ദൈവഹിതം എന്തെന്ന് അറിഞ്ഞ് അതെന്തിന് ചെയ്യുന്നതെന്ന് അറിഞ്ഞ് പ്രവർത്തിക്കേണ്ടത് വളരെ അനിവാര്യമാണ്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവ് പറഞ്ഞ ഒരു ഉപമയുണ്ടല്ലോ, 2 മക്കളുള്ള ഒരു പിതാവിന്റെ ഉപമ. അപ്പൊ പിതാവ് പറഞ്ഞു വയലിലേക്ക് പോകുക. മൂത്തവൻ പറഞ്ഞു, മൂത്തവൻ എന്താ പറഞ്ഞേ? ഞാൻ പോകുന്നു. അടുത്തൊരു പറഞ്ഞു ഞാൻ പോകണം അപ്പം പറഞ്ഞിട്ട് അവൻ പോയോ? അവൻ പോയി. പക്ഷെ മൂത്തവൻ പിന്നീട് പരിതപിച്ച് അവൻ പോയി. അവൻ അപ്പന്റെ എന്നിട്ട് പറയുന്നത് ചോദിക്കുന്ന ചോദ്യം, ഇതിലാരാ അപ്പൻ ഇഷ്ടം ചെയ്ത് പോയി ചെയ്തവനാ? രണ്ടാമതും പറഞ്ഞതാ ചെയ്യാപ്പാന്ന് പറഞ്ഞവൻ പോയില്ല. അവൻ നല്ല വാക്കാണ്, ചക്കരവാക്കാ പറഞ്ഞത്. ഞാൻ പൊക്കോളാന്ന് പറഞ്ഞു, പോയി. ഇങ്ങനെ പല വിശ്വാസികൾ നല്ല ചക്കരവാക്കാ പറയുന്നത്. എത്ര നല്ല വാക്കുകളാ പറയുന്നത്. ദൈവഹിതം എന്തെന്നറിഞ്ഞ്, അപ്പന്റെ ഹിതം എന്തെന്നറിഞ്ഞ് അതനുസരിക്കുന്നവരെ ദൈവം പ്രസാദിക്കുന്നത്. ഇനി ഇതെങ്ങനെ ചെയ്യാൻ കഴിയും? ആ അപ്പന്റെ അല്ലെങ്കിൽ ദൈവത്തിന്റെ ഇഷ്ടം അറിഞ്ഞ് അത് ചെയ്യുന്നതാരാ? ഒരു വാക്യം നമുക്ക് വായിക്കാം. നാം വായിച്ച വാക്യം തന്നെ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 34-ാമത്തെ വാക്യം. യോഹന്നാൻ 4:34. ദൈവം അയച്ചവൻ ദൈവത്തിന്റെ വചനം പ്രമാണിക്കുന്നു. അവൻ ആത്മാവിനെ അളവ് കൂടാതെ 34-ാമത്തെ വാക്യം. യേശു അവരോട് പറഞ്ഞത്, എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്തത് അവന്റെ പ്രവൃത്തി ചെയ്യിക്കുന്നത് തന്നെ എന്നെ വായിച്ച 2 വാക്യങ്ങൾ കർത്താവ് പറയുക. വചനം പ്രമാണിക്കുക 2 കർത്താവ് തന്നെ പറയുക. മുമ്പ് പറഞ്ഞ വാക്യം തന്നെയാ, എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നത് തന്നെ എന്റെ ആഹാരം. കർത്താവ് പറയുക, അതിൽ എന്റെ ഏറ്റവും പരമപ്രധാനമായ ഉദ്ദേശം എന്ന് പറയുന്നത് എന്റെ പിതാവിനെ അയച്ചവരുടെ ഇഷ്ടം ചെയ്യുന്നതാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ എലിയാസിനെ കുറിച്ച് വായിക്കുന്നുണ്ട്. യജമാനൻ അവനെ അയച്ചതാണ്. അവൻ അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു. നീ ആഹാരമൊക്കെ കഴിക്കുക. അപ്പൊ പറയുന്നൊരു മറുപടി ഉണ്ട്, എന്നെ അയച്ചു എന്റെ യജമാനന്റെ കാര്യത്തിന് അതിന് ഉത്തരം ലഭിക്കുന്നത് വരെ ഞാൻ ഭക്ഷിക്കരുത്. എന്താ 1-ാം സ്ഥാനം ഇതിനെ ഞാൻ കൽപ്പിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റെന്തും. ഇത് പറയും ഞങ്ങള് സഭയ്ക്ക് വേണ്ടി വളരെ കാര്യം, എന്റെ ജീവിതത്തിലെ പരമപ്രധാനമായ കാര്യങ്ങളിൽ ഒന്നായിട്ടാ സഭാജീവിതത്തെ വെച്ചിരിക്കുന്നത്, ആത്മീയ ജീവിതത്തെ വെച്ചിരിക്കുന്നത്. ദൈവജനത്തിന് അങ്ങനെ പോകാനല്ല. നിന്റെ പരമപ്രധാനമായ, നിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നായിരിക്കണം ദൈവം. അല്ലല്ല, നിന്റെ എല്ലാത്തിന്റെയും മേഖലയിൽ 1-ാം സ്ഥാനം ദൈവത്തിന് നൽകണം. പ്രഥമ സ്ഥാനം ദൈവത്തിന് നൽകണം. ഇതാ ദൈവം പറഞ്ഞിരിക്കുന്നത്. എല്ലാത്തിനും എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന് അല്ലല്ല, അവയെക്കാളൊക്കെ ഉപരിയായി 1-ാം സ്ഥാനം കർത്താവിന് കൊടുക്കുന്നവനായിട്ട് തീരണം. 73-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട്. പറയുന്ന ഒരു കാര്യമുണ്ട്, സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ, ഭൂമിയിലും നിന്നെ അല്ലാതെ മറ്റൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ, അതാണ് ദൈവമാണ്. ഭൂമിയിലും നിന്നെ അല്ലാതെ എന്ന് വെച്ചാൽ സ്വർഗത്തിലെ ദൈവം തന്നെ എനിക്ക് ഭൂമിയിലും ഉണ്ടാവുന്നത്. പലപ്പോഴും നാം ചിന്തിക്കുന്നത് പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ ഒന്ന് അല്ലല്ല. 1-ാം സ്ഥാനം കർത്താവിന് വേണ്ടി നൽകണം. നാം പൊതുവെ വായിക്കുകയും പാടുകയും ഒക്കെ ചെയ്യുന്ന ഒരു സങ്കീർത്തന വാക്യമുണ്ട്. 16-ാം സങ്കീർത്തനം അതിന്റെ 2-ാമത്തെ വാക്യം. 16-ാം സങ്കീർത്തനം അതിന്റെ 2-ാമത്തെ വാക്യം. നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. അത് സങ്കീർത്തനക്കാരൻ പറയുന്നത് ഇങ്ങനെയാ, കർത്താവേ അങ്ങ് ഒഴികെ എനിക്കൊരു നന്മയുമില്ല. തീർച്ചയായും ഞാൻ എന്റെ ജീവിതത്തിൽ അനുഭവിക്കുന്നതൊക്കെ ആര് തന്നതാണ്? എല്ലാം ദൈവം. അങ്ങല്ലാതെ അങ്ങ് എന്റെ ജീവിതത്തിൽ സകലം നൽകിയിട്ടുണ്ട്. ഞാൻ അനുഭവിക്കുന്നതെല്ലാം, ഞാൻ ആസ്വദിക്കുന്നതെല്ലാം ദൈവം എനിക്ക് ദാനമായിട്ട് നൽകിയിരിക്കുന്നതാണ്. ശരി, ഞാനൊരു മറ്റൊരു നിലയിലൂടെ ശ്രദ്ധിക്കാം. കർത്താവേ നീ ഒഴികെ എനിക്ക് ഒരു നന്മയുമില്ല എന്ന് വെച്ചാൽ കർത്താവ് ഇതെല്ലാം അങ്ങ് നൽകിയതാണ്. എന്നാൽ ഇതെല്ലാം ഞാൻ അനുഭവിക്കുമ്പോൾ അങ്ങേ ഒഴിച്ചു വെച്ചിട്ട് എനിക്കൊരു നന്മയും. ചിലതൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്, ജീവിതം ആസ്വദിക്കണമെങ്കിൽ ആരെയൊക്കെ പിന്നാലെ നടത്തിയുള്ളതല്ല. ഞാൻ പറയട്ടെ, ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്നവർക്ക് ജീവിതം ആസ്വദിക്കുവാൻ കഴിയുകയുള്ളൂ. സദൃശവാക്യങ്ങൾ ഒരു വാക്യം ഇങ്ങനെയുണ്ട്, ദൈവം നമുക്ക് നന്മ നൽകുന്നു, അനുഗ്രഹം നൽകുന്നു, ഒരു ദുഃഖവും അതിനോട് ചേരുകയില്ല. He adds no sorrow to it. അതിനോട് ഒരു ദുഃഖവും ചേരുകയില്ല. എന്ന് വെച്ചാൽ
ദൈവത്തോട് ചേർന്ന് ജീവിച്ചാൽ ദൈവം നൽകുന്ന നന്മകൾ അനുഭവിച്ച് ജീവിക്കുമ്പോൾ അതിലൊരു ദുഃഖവുമില്ല, ഒരു പരിതാപവും, ഒരു കുറുകുറുപ്പും. എന്നാൽ പലരും അങ്ങനെയല്ലെന്നുള്ളതാണ് വാസ്തവം. പലരും അങ്ങനെയാണ്. ചിലരൊക്കെ ദൈവമായിട്ട് ഒത്തിരി വിലപേശം നടത്തിയ ജീവിതം നയിക്കുന്നു. പറഞ്ഞെന്ന് മനസ്സിലായോ? കർത്താവ് എനിക്കിത് തന്നാൽ ഞാൻ കർത്താവിനെ ചെയ്യാം. ചില സഹോദരന്മാർ പറഞ്ഞതിന് കേട്ടിട്ടുണ്ട്, ഞാൻ കർത്താവിന് കൊടുത്ത് നേടിയവരാണ്. എന്താ സാമ്പത്തിക കാര്യത്തെ കുറിച്ച് പറയുന്നത്? ഞാൻ സുവിശേഷമാർക്ക് കൊടുക്കുന്നവരെ അങ്ങനെ ഞാൻ സമ്പന്നനായതാണെന്ന് പറയാം. അപ്പൊ അതിന്റെ ധ്വനി എന്താ? ഞാൻ കൊടുത്ത് എന്റെ ബിസിനസ് എനിക്ക് മെച്ചപ്പെട്ടു. കർത്താവ് പറഞ്ഞ മറ്റൊരു ഉപമ അതിനെ കുറിച്ചാണ്. മുന്തിരിത്തോട്ടത്തിലേക്ക് വേലക്കാരായിരിക്കും. 1 മണി നേരത്ത് വേലയ്ക്ക് പോയി. മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം 1 മണി നേരത്ത് വേലയ്ക്ക് പോകാൻ വേണ്ടി തയ്യാറായവരെന്താ പറഞ്ഞത്? അവർ ഒരു വെള്ളിക്കാശ് പറഞ്ഞെത്തിട്ട് അവർ വെറുതെ പോയതല്ല, ഒരു കാശ് പറഞ്ഞൊത്തിട്ടാ പോയത്. എന്താ അതിന് സംഭവിച്ചത്? അതിൽ 11-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട്, വൈകുന്നേരം കൂലി വാങ്ങിയിട്ട് യജമാനന്റെ നേരെ കുറുകുറും. എന്ന് വെച്ചാൽ പറഞ്ഞൊത്തിട്ട് പോയാൽ പിറുപിറുക്കേണ്ടതായിട്ട് വരും. പിന്നീട് ഞാൻ പറയട്ടെ, ഇന്ന് ഒത്തിരി വിശ്വാസികള് ദൈവവുമായിട്ട് പല കാര്യങ്ങൾ പറഞ്ഞൊത്തിട്ട കാര്യങ്ങൾ ചെയ്യുന്നു. ഈ കല്യാണമേ മതി, ഈ കല്യാണം മതി, ഞാൻ പറഞ്ഞു വരുന്ന ആശയം മനസ്സിലായോ? ഇത് മതി, ഈ ജോലി മതി, ഇന്ന തുറച്ചു പോയാൽ മതി, അവിടെ സ്വഭാവം ഇല്ലയോ ഉണ്ടോ, അതൊന്നും എന്റെ വിഷയമല്ല. അവിടെ എന്തെങ്കിലും എനിക്ക് ആത്മീയ വളർച്ചയുടെ അതൊന്നും വിഷയമല്ല. എനിക്ക് മെച്ചമുണ്ടാകുമല്ലോ, കച്ചവടം ചെയ്ത് തരണം. ഈ കാര്യത്തിന് വേണ്ടി നീ കണ്ണുനീരൊഴുക്കി ഉപവസിച്ച് പ്രാർത്ഥിക്കണം. ഒരു തെറ്റുമില്ല കേട്ടോ, കണ്ണുനീരൊഴുക്കി ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നതിന് തെറ്റില്ല. ദൈവഹിതം അല്ലാതിരിക്കെ, ദൈവേഷ്ടം അല്ലാതിരിക്കെ അതിനുവേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ നിൽക്കരുത്. ദൈവഹിതം അല്ലെന്ന് ഉറപ്പാണ്. നീ പ്രാർത്ഥിക്കും ദൈവഹിതം അങ്ങയുടെ ഹിതമെങ്കിലും നടന്നാൽ മതി, അല്ലെങ്കിൽ വേണ്ട. ഇന്നങ്ങനെയാണോ? അല്ല, പ്രാർത്ഥിക്കും, ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ. എന്റെ ദൈവഹിതം അല്ലെങ്കിലും നീ പറഞ്ഞു, ദൈവം പറയും ഒടുവിൽ ഈ വേലക്കാരെ പോലെ നീ അവർ പറഞ്ഞത് ഒരു വെള്ളിക്കാശ് കിട്ടാതെ വേലക്കാരൻ കേട്ടാ ഒടുവിൽ ഈ പറഞ്ഞു സമ്മതിച്ചു തന്നു. എന്നിട്ടെന്താ പറയുന്നത്? ഇത് വാങ്ങിയിട്ട് ഇത് തന്നെ ഉണ്ടായിരുന്നു. എന്താ ഇങ്ങനെ നേടിയെടുക്കുന്ന പലരും പിന്നീട് കുറുകുറുപ്പുണ്ടാകും, പിന്നീട് പല്ലുകടി ഉണ്ടാകും, പിന്നീട് കൈപ്പിന്റെ അനുഭവം ഉണ്ടാകും. ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ എന്താ കാരണം? ദൈവം ചോദിക്കുന്ന ഒരു കഥാവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, യജമാനത്തിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നീ ചോദിച്ചതല്ലേ നിനക്ക് തന്നത്? ഇപ്പൊ നിനക്ക് പിറുപിറുക്കുവാൻ അവകാശമില്ല. പ്രിയരെ നമ്മളുള്ള ബന്ധത്തിലും ദൈവം പറയുക, ദൈവത്തിന് 1-ാം സ്ഥാനം നൽകി ദൈവഹിതത്തിൽ കീഴ്പ്പെട്ടു പോയെങ്കിൽ അങ്ങനെ പോകുമ്പോൾ മാത്രമേ പിറുപിറുപ്പിന് അനുഭവം ഇല്ലാതിരിക്കും. അല്ല, എന്റെ ഹിതമാ, എന്റെ കാര്യങ്ങളാ, എന്റെ ആഗ്രഹമാ, എന്റെ ഇഷ്ടമാ ഒന്നാമത് വെക്കുന്നതെങ്കിൽ പിറുപിറുക്കാനുള്ള സാധ്യത. പറയുക ദൈവനെ ഇഷ്ടം ചെയ്യണം. അതിനെന്താ വേണ്ടത്? ഒന്ന്, നീ ദൈവത്തിൽ പ്രഥമ സ്ഥാനം. ദൈവേഷ്ടം എന്തോ അതിന് സമർപ്പിച്ച ഒരു ജീവിതം. അങ്ങേക്ക് ഇതാണോ ഇഷ്ടം? മതി. ഒരുപക്ഷെ എന്റെ മാനുഷിക കണ്ണുകളിൽ എനിക്ക് നഷ്ടമായിട്ട് തോന്നിയേക്കാം, എനിക്ക് കുറവായിട്ട് തോന്നിയേക്കാം. അയ്യോ അതെനിക്ക് ബാക്കിയുള്ള മുമ്പിലൊക്കെ കുറവല്ലേ, കുറച്ചിട്ടല്ലേ. ദൈവേഷ്ടം എന്തോ അതിന് അതാണ് ഏറ്റവും മികച്ചത്. നീ ആ ലോൺ എടുത്തും അതെടുത്തും ഇതും എടുത്തും ഒക്കെ നിന്റെ ഇഷ്ടത്തിന് പലതും ചെയ്തു വെച്ചിട്ട് ഇന്നിരുന്ന് കരയുകയും അതിന് പോയ ദൈവമേ എന്നാലും എനിക്കിത് തന്നല്ലോ. നീ ചോദിച്ചതല്ലേ നിനക്ക് തന്നത്. ചിലരിങ്ങനെയാ പോയതിലും എന്നതിനും എല്ലാം ആരെ അവസാനം കുറ്റം പറയുന്നത്? ദൈവത്തെ കുറ്റം പറയാം. അതാണ് എന്നാലും എനിക്കിത്. ഇവരുടെ ബന്ധത്തിലും ഇങ്ങനെയാ, ഈ വേലക്കാരുടെ ബന്ധത്തിലും ബാക്കിയുള്ളവരെ നോക്കി അവരെ വെച്ച് നോക്കുമ്പോ എനിക്ക് വളരെ കുറഞ്ഞു പോയതെന്ന് കർത്താവ് ചോദിക്കുന്ന ചോദ്യമുണ്ട്, നീ ചോദിച്ചതല്ലേ നിനക്ക് നൽകി. ഇതന്നെ എന്ന് നടന്നുകൊണ്ടിരിക്കുന്നു. കർത്താവിനെ സഹായിക്കട്ടെ. ദൈവേഷ്ടം എന്തെന്നറിഞ്ഞ് അതിന് കീഴ്പ്പെടുന്നവരായിട്ട് ജീവിക്കണം. ആ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൽ 10-ാമത്തെ വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. ഫിലിപ്പിയർ ലേഖനം 3-ാം അധ്യായം അതിൽ 10-ാമത്തെ വാക്യം. അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടത് തന്നെ അവിടെ പറയുകയാണ്. അവിടെ പൗലോസ് തന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് പറയുക, എനിക്ക് എന്താ വേണ്ടത്? എനിക്ക് അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ച് അറിയണം. പൗലോസ് പറയുക, എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം അതാണ്.
എനിക്ക് പ്രഥമ സ്ഥാനം എന്റെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനമാക്കാം. എന്തിനാ? അവനെ അറിയണം. ആരെ അറിയണം? കർത്താവിനെ അറിയണം. പൗലോസ് പറഞ്ഞത് കർത്താവിനെ കുറിച്ച് എനിക്ക് അറിയണം. അങ്ങനെയാണോ? അല്ല, എനിക്ക് അവനെ കുറിച്ച് അറിയണമെന്നാണ് പറഞ്ഞത്. I want to know about him. അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. എനിക്ക് അവനെ അറിയണം. എനിക്ക് അവനെ അറിയണം എന്ന് വെച്ചാൽ എനിക്ക് എന്റെ കർത്താവിനെ അറിയണം. എന്റെ ജീവിതത്തിൽ എന്റെ കർത്താവിനെ എനിക്ക് അനുഭവിക്കണം. എന്റെ കർത്താവിനെ അനുഭവിച്ചറിയണം. അവന്റെ നടത്തിപ്പുകളെ അറിയണം. അതിനെന്താ വേണ്ടത്? ഈ കർത്താവിനോട് ഒന്നിച്ച് നടക്കേണ്ടത് ആവശ്യം. ഈ രണ്ടാമത് പറഞ്ഞിരിക്കുക അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെ. എന്താ ഈ പുനരുത്ഥാനത്തിന്റെ ശക്തി? ചിലർക്ക് സുവിശേഷം പറയുമ്പോൾ ശ്രദ്ധിച്ചു പോകണം. പൂർണ്ണ സുവിശേഷമൊന്നും പറയത്തില്ല. സുവിശേഷം പറയും മനുഷ്യരൊക്കെ പാപികളാണ്. ശരിയാ? മനുഷ്യന്റെ പാപത്തിന് പരിഹാരമായി 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നു. അവൻ പൂർണ്ണതയും പൂർണ്ണ മനുഷ്യനുമായി 33 വർഷക്കാലം ജീവിച്ചു. കാൽവരിയിലെ ക്രൂശിൽ മനുഷ്യന്റെ പാപത്തിന് പരിഹാരമായി പാപരഹിതനായ കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചു. ആ കാൽവരിയിൽ തന്റെ രക്തം ചൊരിഞ്ഞ് പാപത്തിന് പരിഹാരം വരുത്തി. സുവിശേഷമൊക്കെ ഇവിടെ കൊണ്ടാണ് അവസാനം. സുവിശേഷം പൂർണ്ണമായോ? ഇല്ല. ചിലരൊക്കെ ഇവിടെ കൊണ്ടാണ് മരണം തീർന്നില്ല. മരിച്ചടക്കപ്പെട്ട് 3-ാം ദിവസം കർത്താവ് പുനരുത്ഥാനം ചെയ്ത് ഉയർത്തെഴുന്നേറ്റ്. അതുകൊണ്ട് പൗലോസ് പറയുക എനിക്കറിയണം. എന്തറിയണം? ആ പുനരുത്ഥാനത്തിന്റെ ശക്തി എനിക്കറിയണം എന്ന് വെച്ചാൽ ഇപ്പോഴാണ് സുവിശേഷം പൂർണ്ണമായത്. യേശുക്രിസ്തു ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് 3-ാം ദിവസം യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റു, പുനരുത്ഥാനം ചെയ്തു. അതിന്റെ ശക്തി എനിക്കറിയണം. എന്താ അതിന്റെ അർത്ഥം? പുനരുത്ഥാനത്തിന്റെ ശക്തി എന്ന് പറഞ്ഞാൽ ഈ സുവിശേഷത്തിന്റെ ശക്തി. പാപിയായിരിക്കുന്ന വ്യക്തി നരകത്തിലേക്ക് പോകുന്ന വ്യക്തിയെ സ്വർഗ്ഗത്തിലാക്കി വെക്കുന്ന, സ്വർഗ്ഗത്തിൽ അവകാശിയാക്കി തീർക്കുന്ന സുവിശേഷത്തിന്റെ ശക്തി, പുനരുത്ഥാനത്തിന്റെ ശക്തി. പൗലോസ് ചങ്ങലയിൽ കിടന്നുകൊണ്ട് പറയുക എനിക്ക് ഇനിയും അറിയണം. എന്തറിയണം? ഈ സുവിശേഷത്തിന്റെ ശക്തി അറിയണം. ഇവിടെ കുറച്ചു മുമ്പ് സഹോദരൻ പറഞ്ഞുവല്ലോ, ഒരു മാതാവ് കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു ഏറ്റുപറയുമ്പോൾ ആ സന്തോഷം അനുഭവിച്ചറിയുകയാണ്. ഞാൻ അറിയുകയാണ് എന്നിലൂടെ, അല്ലെങ്കിൽ കർത്താവിന്റെ സുവിശേഷം പറഞ്ഞ് ഒരാൾ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ ഞാൻ അറിയുകയാണ് ഈ പുനരുത്ഥാനത്തിന്റെ ശക്തി, സുവിശേഷത്തിന്റെ ശക്തി. കർത്താവിനെ ഒരാൾ അംഗീകരിച്ച് സ്വർഗത്തിൽ അവകാശിയായി തീരുകയാണ്. മനുഷ്യനാൽ അസാധ്യമായിരിക്കുന്നത്, സമ്പത്താൽ അസാധ്യമായിരിക്കുന്നത് സുവിശേഷത്തിന്റെ ശക്തിയാൽ സംഭവിക്കുന്നു. ഇതാ പുനരുത്ഥാനത്തിന്റെ ശക്തി. പൗലോസ് പറയുകയായിരുന്നു ഞാൻ പലതും ചെയ്യുന്നുണ്ട്, പക്ഷെ എനിക്ക് ഏറ്റവും പ്രധാനം ഇതിലൂടെ എന്തോമാകണം? കർത്താവിനെ ചിലരെങ്കിലും അറിയുമോ കാരണമാകണം. ഈ കർത്താവിന് വേണ്ടി ചിലരെ രക്ഷിക്കപ്പെടുത്തുവാൻ കേട്ടിരിക്കില്ല. ഈ സുവിശേഷം അറിയിക്കുക. കർത്താവ് വാക്ക് ചെയ്യുന്നത് അത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണ്. അത് പ്രവർത്തനം കണ്ട് പുനരുത്ഥാനത്തിന്റെ ശക്തിയായിട്ട് കർത്താവിനെ അറിയുന്നത് കണ്ട് അനുഭവിക്കുമ്പോൾ കർത്താവിനെ അധികമായി മഹത്വപ്പെടുത്തും. മൂന്നാമത് പറയാം കഷ്ടാനുഭവങ്ങളെ കൂട്ടാക്കി. അത് വിശദീകരിക്കുന്നില്ല. കഷ്ടാനുഭവങ്ങളെ കൂട്ടാക്കി. ഈ ഭൂമിയിൽ കഷ്ടമുണ്ട്, പ്രയാസങ്ങളുണ്ട്. പൗലോസ് പറയുക കർത്താവിന് 1-ാം സ്ഥാനം ജീവിക്കുമ്പോൾ എന്റെ കഷ്ടതകളൊക്കെ എന്താ? അവിടെ കൂട്ടായ്മ. കഷ്ടാനുഭവത്തിന്റെ കൂട്ടായ്മ. കർത്താവ് ക്രൂശിൽ സഹിച്ച കഷ്ടം ഞാൻ സഹിക്കുക എന്ന് വെച്ചാൽ അതിനോട് ഞാൻ ആകുകയല്ല, മറിച്ച് ഈ ഭൂമിയിൽ ഒരു ക്രിസ്ത്യാനിയായിട്ട് ഞാൻ കഷ്ടം സഹിക്കുമ്പോൾ, ഒരു ക്രിസ്ത്യാനിയായിട്ട് വേദന സഹിക്കുമ്പോൾ, കർത്താവിന് വേണ്ടി നിന്നിട്ട് ഞാൻ പടി കേൾക്കുമ്പോൾ, വേദന സഹിക്കുമ്പോൾ പറയുക ഇതൊക്കെ എനിക്ക് എന്താ? കൂട്ടായ്മ. കർത്താവിനെ അധികമായിട്ട് അനുഭവിച്ചറിയുകയാണ്. ഇതാ പൗലോസ് പറയാം കർത്താവിന് 1-ാം സ്ഥാനം. കർത്താവിന് 1-ാം സ്ഥാനം നൽകുമ്പോൾ ഇതാ സംഭവിക്കും. കർത്താവിനെ അനുസരിക്കും. ഇനി അങ്ങനെ പറയട്ടെ, തിരുവചനത്തിൽ എവിടെ നോക്കിയാൽ പഴയ നിയമത്തിലാണെങ്കിലും പുതിയ നിയമത്തിലാകണം എല്ലായിടത്തും പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. കർത്താവിന് 1-ാം സ്ഥാനം. പ്രധാനപ്പെട്ടതിൽ ഒന്നല്ല, 1-ാം സ്ഥാനം കർത്താവിന് നൽകണം. സദൃശവാക്യങ്ങളിലേക്ക് വരാം. സദൃശവാക്യം 3:9. Proverbs chapter 3 verse 9. സദൃശവാക്യങ്ങൾ 3-ാം അധ്യായം അതിലെ 9-ാമത്തെ വാക്യം. യഹോവയെ നിന്റെ ധനം കൊണ്ടോ എല്ലാ വിളവിന്റെയും ആദ്യഫലം കൊണ്ട് ബഹുമാനിക്കുക. യഹോവയെ നിന്റെ ധനം കൊണ്ടും എല്ലാ വിളവിന്റെയും ആദ്യ ഫലം കൊണ്ടും ബഹുമാനിക്കുക. ഏതെങ്കിലും ഒരു ഫലം കൊണ്ട് ബഹുമാനിക്കാനല്ല പറയുന്നത്, ആദ്യ ഫലം. പലപ്പോഴും പറയും എങ്ങനെയാ? കൊള്ളുകയില്ലാത്തതൊക്കെ കർത്താവിന്. മലാക്കി പ്രവാചകന്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നത് കണ്ടുമുട്ടിയതും മുടത്തുള്ളതൊക്കെ
നേരത്തെ ചിലരൊക്കെ പറയുന്ന കാര്യമുണ്ട്, ഇനി അടുത്ത തവണ കൂടി നീ 10ാം ക്ലാസ്സിൽ തോറ്റാൽ നിന്നെ ബൈബിൾ കോളേജിൽ വിടുക, ഇനി ഒന്നുമില്ല നിന്നെ കണ്ണ് കൂട്ടി അങ്ങോട്ട് വിടുക, റെഡിയായി പോകാം. നീ ഒന്നിനും കൊള്ളുകയാണെങ്കിൽ നീ കർത്താവിന് നിന്നെ ഒന്നിനും കൊള്ളില്ലെങ്കിലും നിന്നെ കർത്താവിന് വേണം. ശരിയാണ്, കർത്താവിന് നമ്മുടെ കഴിവുകളൊക്കെ നോക്കിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷെ ചിലർ ചിന്ത എങ്ങനെയാണ്, ഒന്നിനും കൊള്ളില്ലെങ്കിൽ അവൻ കർത്താവിന്റെ വേലയ്ക്ക് പോകണം. ഇവിടെ പറയുക, നീ ദൈവത്തെ മാനിക്കണം. എങ്ങനെ മാനിക്കണം? എല്ലാ വിളവിന്റെയും ആദ്യ ഫലമുണ്ട്. നീ പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴും ഇത് തന്നെയാണ്. സകലത്തിലും ഒന്നാം സ്ഥാനത്ത് കർത്താവിന് നൽകണം. മുന്നമേ രാജ്യവും നീതിയും seek ye first the kingdom of God. ദൈവത്തിന് ഒന്നാം സ്ഥാനം. ആദ്യം എന്താ ചെയ്യുന്നത്? വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞിരിക്കുന്നു. മടങ്ങി വരണം. എങ്ങോട്ട് വരണം? നീ എങ്ങനെയൊക്കെ മടങ്ങി പോലെ അല്ല, ആദ്യ സ്നേഹത്തിലേക്ക് നീ അവിടേക്ക് തന്നെ മടങ്ങി വരണം. യു ലെഫ്റ്റ് യുവർ ഫസ്റ്റ് ലവ്. നമ്മുടെ ജീവിതത്തിൽ ഇത് തന്നെ സംഭവിച്ചിരിക്കുന്നു. നമ്മൾ എങ്ങനെയൊക്കെ മടങ്ങി വരിക, എങ്ങനെയൊക്കെ ചെയ്യുക, അങ്ങനെയല്ല. പോലെ ചിലതൊക്കെ കർത്താവിന് വേണ്ടി മാറ്റിവെച്ച് ചെയ്യുവാനുള്ള മനസ്സ് നമുക്കുണ്ടാകും. പഴി കേൾക്കും, എന്തൊക്കെ ചെയ്താലും അതൊക്കെ ഉണ്ടാകും. എന്നാൽ നമുക്ക് വേണ്ടി നിൽക്കുന്ന ഒരു കർത്താവ്. മറിയ കർത്താവിന്റെ കാലിൽ സ്വച്ഛതരമാംശം തൈലമൊഴിച്ച് കർത്താവിന് മുമ്പാകെ നിൽക്കുന്ന മറിയമായിരുന്നുണ്ട്. വിലപിടിപ്പുള്ള തൈലമൊഴിച്ചു. അപ്പൊ അവിടെ നിന്ന് യൂദാസ് എന്താ പറഞ്ഞത്? Why this waste? ഈ പാഴ്സല് എന്തിനാണ്? അവിടെ കർത്താവിന് വേണ്ടി ഇത്രയും നാളെ സമ്പാദിച്ചത് മുഴുവൻ കൊണ്ട് കർത്താവിന്റെ കാലിൽ ഒഴിച്ച് കണ്ണുനീര് കൊണ്ട് ആ കാലൊക്കെ കർത്താവിന്റെ കാലിൽ തലമുടി കൊണ്ട് ചുവർത്തി കർത്താവിനെ മാനിക്കുകയാണ്. ഇത് കണ്ടിട്ട് യൂദാസാ പറഞ്ഞത്. യൂദാസ്, why this waste? ഈ പാഴ്സല് എന്തിന്? മറിയ ഒരു വാക്ക് മാർച്ച് പറയുന്നു, അയ്യോ എന്റെ കർത്താവിനോടുള്ള സ്നേഹം അത് പറയുന്നില്ല. വേറെ ഒരുത്തരും വാദമൊന്നുമില്ല. ആര് വാദം? കർത്താവ് മറുപടി പറഞ്ഞത്. കർത്താവ് എന്താ പറയുന്നത്? ഇവിടെ ചെയ്തു. അവളുടെ പ്രവൃത്തിയെ കർത്താവ് നിലനിൽപ്പിച്ചത്. ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. പ്രിയരെ, കർത്താവിന് വേണ്ടി നാം ചെയ്യണം. കർത്താവിന് വേണ്ടി നാം നിലനിൽക്കണം. എന്താ ചെയ്യേണ്ടത്? ഒന്നാമത് കൊടുക്കണം, ഏറ്റവും മികച്ചത് കൊടുക്കണം. നേരത്തെ ചിലർ പറയുന്ന ഇവിടെ അങ്ങനെ കേൾക്കാറല്ലോ, ഇടയ്ക്കൊക്കെ നോർത്ത് ഇന്ത്യയിലൊക്കെ ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ പറയുന്ന കാര്യമുണ്ട്. അവിടെ വസ്ത്രമില്ലാതെ ഒത്തിരി പേര് വളരെ ദാരിദ്ര്യത്തിലാണ്. ചിലർ പറയുന്നത് നിങ്ങളുടെ വീട്ടിലെ പഴയ വസ്ത്രങ്ങളൊക്കെ അപ്പൊ ചിലർ ചെയ്യുന്നുണ്ട്, ഒന്നിനും കൊടുത്ത് കൈക്കലത്തുണിയാക്കാൻ പോലും കൊള്ളാത്തതൊക്കെ തുന്നി ഇതാ പൊളിച്ചു വിടും. ഞാൻ പറയട്ടെ, ആ ഗ്രാമത്തിലുള്ള സകല ആളുകൾക്കും പുതിയ വസ്ത്രം മേടിച്ചു കൊടുക്കാനുള്ള സാമ്പത്തിക ശേഷി ഉണ്ടെങ്കിലും കൊടുക്കുന്നത് ഏതാ? ഏറ്റവും മോശമാണ്. ഒരു വകയ്ക്ക് കൊണ്ടില്ലെങ്കിൽ ചിലരെ കൊടുക്കുക തന്നെ, ഒന്നിനും കൊള്ളില്ലെങ്കിൽ എന്നാ പിന്നെ കൊടുത്തരുത്. അപ്പൊ എന്താ, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുക, അതൊന്നും ഒരു കൊടുപ്പല്ല. അങ്ങനെയൊന്നും കൊടുത്താൽ ദൈവം പ്രസാദിക്കുമെന്ന് ചിന്തിക്കാൻ വേണ്ട. ദൈവേഷ്ടം എന്തെന്ന് അറിയണമെങ്കിൽ നീ ദൈവത്തിന് പ്രഥമ സ്ഥാനം കൊടുക്കുന്നുവെങ്കിൽ മാത്രമേ ദൈവം പ്രസാദിക്കൂ. ഇതാ ദൈവം നമ്മളെ വെളിപ്പെടുത്തുന്നത്. വീണ്ടും ഞാൻ പറഞ്ഞ വാക്യങ്ങളോടൊക്കെ കടന്നുപോയാൽ ദൈവം എപ്പോഴും ആവശ്യപ്പെടുന്നത് എന്താ? ഒന്നാണ് വിളവിന്റെ എല്ലാറ്റിനും ആദ്യ ഫലം കൊണ്ട് ദൈവത്തെ മാനിക്കണം. ആദ്യ സ്നേഹം, ദൈവത്തിന് ഒന്നാം സ്ഥാനം, സകലത്തിനും ഒന്നാമൻ ക്രിസ്തു. അപ്പൊ ചിന്തിച്ചേക്കാം, കർത്താവ് നല്ലതൊന്നും നാം അനുഭവിക്കണം ആഗ്രഹിക്കുന്നു. യു ഗീവ് ഓൾ ദി ബെസ്റ്റ് ടു ഗോഡ്. ദൈവത്തിനെല്ലാം മികച്ചത് കൊടുക്കുക. അപ്പൊ നമ്മൾ മികച്ചത് ഉപയോഗിക്കരുത് എന്നതുകൊണ്ടാണ്. Is God so selfish that we don't have to enjoy? നാം ഇതൊന്നും അനുഭവിക്കാതിരിക്കാൻ വേണ്ടി ദൈവം നമുക്ക് ഏറ്റവും മികച്ചതൊക്കെ കർത്താവിന് കൊടുത്തു. നിങ്ങൾ പറയട്ടെ, ദൈവം സ്വാർത്ഥനായതോട് ചോദിക്കുകയല്ല, കർത്താവിനെ ഉണ്മയായി സ്നേഹിക്കുന്നതോട് നീ ഏറ്റവും മികച്ചത് കൊടുക്കും. അതന്നെ ദൈവം ആവശ്യപ്പെടുന്നത്. അങ്ങനെ കൊടുത്തെങ്കിൽ മാത്രമേ മികച്ചത് കർത്താവിന് കൊടുത്തെങ്കിൽ അത് എന്തുമായിക്കൊള്ളട്ടെ, നിന്റെ സമയമായിക്കൊള്ളട്ടെ, കർത്താവിന് ഏറ്റവും മികച്ചത് കൊടുത്തെങ്കിൽ മാത്രമേ നിന്റെ കൂട്ടു സഹോദരന്മാർക്ക് മികച്ചത് ചെയ്യുവാൻ കഴിയൂ. നീ കർത്താവിനെ എങ്ങനെ കാണുന്നുവോ അതുപോലെ നിന്റെ സഭയിലുള്ള വിശ്വാസികളെ കാണുന്നത്. നീ കർത്താവിനെ എങ്ങനെ പരിഗണിക്കുന്നുവോ അതുപോലെ വിശ്വാസികളെയും കൂട്ടുവിശ്വാസികളെയും സഹോദരന്മാരെയും പരിഗണിക്കുന്നത്. കർത്താവിന് നീ വില കൽപ്പിക്കുന്നില്ലെങ്കിൽ ദൈവജനത്തിൽ വില കൽപ്പിക്കുകയില്ല. കർത്താവിനെ സ്നേഹിക്കുന്നില്ലെങ്കിൽ ദൈവജനത്തെ സ്നേഹിക്കാൻ കഴിയുകയില്ല. കർത്താവിനോട് താഴ്മയോടെ ജീവിതം നയിക്കാൻ കഴിയുന്നില്ലെങ്കിൽ മറ്റുള്ള മുമ്പിൽ നിനക്ക് താഴ്മയോടെ നയിക്കുവാൻ കഴിയുകയില്ല.
അത് തന്നെ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവ് പറഞ്ഞത് ദൈവേഷ്ടം പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നത് അത് തന്നെയാണ് എന്റെ ആകാരം. അങ്ങനെ ചെയ്യണമെങ്കിൽ കർത്താവിന്റെ മനോഭാവം നമുക്കുണ്ടാകണം. എന്താ കർത്താവിന്റെ മനോഭാവം? കർത്താവ് പിതാവിന്റെ ഇഷ്ടത്തിന് ഒന്നാം സ്ഥാനം. ഞാൻ വേഗത്തിൽ മുന്നോട്ട് വരട്ടെ. ഒരു കാര്യം കൂടെ പറഞ്ഞ അവസാനം, പിതാവിന്റെ ഇഷ്ടം ചെയ്യണമെങ്കിൽ ഇഷ്ടം ചെയ്യണം. ഒന്ന്, ഇഷ്ടത്തിന് ഒന്നാമത്തെ സ്ഥാനം നൽകണം. രണ്ട് കർത്താവിന്റെ മനോഭാവം. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 15-ാമത്തെ വാക്യം നമുക്കൊക്കെ പരിചിതമാണ്. ചില ആളുകളൊക്കെ ചിന്തിക്കുന്നത് പൗലോസ് സഭായോഗത്തിൽ ചില മൗനമായിരിക്കുന്ന സമയങ്ങളുണ്ടല്ലോ, പ്രബോധന സമയത്ത്, ആരാധന ചിന്ത പറയുന്ന സമയത്ത് അത് ഫീല് ചെയ്യാൻ വേണ്ടി ഒന്ന് തയ്യാറെടുപ്പുണ്ടല്ല വന്നിരിക്കുന്നെങ്കിൽ പെട്ടെന്ന് തുറക്കുന്ന ഭാഗം ഫിലിപ്പിയർ 2:6 മുതൽ താഴെയുള്ള വാക്യങ്ങൾ. അവൻ ദൈവരൂപത്തിൽ ദൈവത്തോടുള്ള സമത്വം ഈ വാക്യം എടുത്തു വെച്ച് പിന്നെ ഒരു ആരാധനയില്ല, ഇത് പിന്നെ ഒരു പ്രിപ്പറേഷൻ ഇല്ല, ഒരു ഒരുക്കം ഇല്ലാതെ യോഗത്തിൽ വരുമ്പോൾ വായിക്കാനുള്ള വേദഭാഗം ഫിലിപ്പിയർ 5-ാമത്തെ വാക്യം വായിച്ചാണ്. ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. Let this attitude be in you. ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. എന്താ ഭാവം? ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊണ്ടാണെന്ന് വിചാരിക്കാതെ ദാസരൂപപ്പെടുത്തി മനുഷ്യ സ്വാതന്ത്ര്യത്തിലായി തന്നെത്താൻ വിളിച്ച് വേഷത്തിൽ മനുഷ്യനാകെ വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അനുസരിച്ചു തന്നെത്താൻ താഴ്ത്തിയ കർത്താവ്, താഴ്ന്ന ദൈവിക കർത്താവ്. ഈ മൂന്നാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അതിന് മൂന്നാമത്തെ വാക്യത്തിലേക്ക് വായിച്ച് ഫിലിപ്പിയർ 2:3 ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവരെ തന്നേക്കാൾ ശ്രേഷ്ഠം നേടിക്കൊണ്ട് കർത്താവിനെ കുറിച്ച് പറഞ്ഞിരിക്കുക. താഴ്മയോടെ കർത്താവ് പിതാവിന് ഇഷ്ടം ചെയ്തത് താഴ്മയോടെ. ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാകിയാൽ എന്റെ മുഖമേറ്റ് എന്നോട് പഠിപ്പിക്കും. കർത്താവ് പറയുക, ഞാൻ താഴ്മയുള്ളവനാണ്. അതുകൊണ്ട് കർത്താവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു പിതാവിന്റെ ഇഷ്ടം പ്രവർത്തിച്ചു. ഞാൻ പറയട്ടെ, താഴ്മയില്ലാത്തവർക്ക് പിതാവിന്റെ ഇഷ്ടം ചെയ്യുവാൻ കഴിയുകയില്ല. ഇവിടെ പറയുക യഥാർത്ഥ താഴ്മ ഉണ്ടാകണം. ഇത് പറഞ്ഞ അവസാനിപ്പിക്കും. ചിലർക്കൊക്കെ അഭിനയ താഴ്മയാണ്, കപട താഴ്മയാണ്. എന്തൊരു എളിമയാണ്. യോഗത്തിന് വന്ന ഒറ്റ എളിമയാണ്. ഇനി കമ്മിറ്റി മീറ്റിംഗ് കൂടിയാൽ തെറ്റെന്നറിഞ്ഞാൽ ഒരു അക്ഷരം മിണ്ടുകയാണ്. എന്നാ മിണ്ടാത്തെന്ന് അറിയാമോ? എങ്ങനെ മിണ്ടിയാണ് അടുത്ത യോഗത്തിന്റെ എത്ര തെറ്റം പറഞ്ഞാലും എന്തെല്ലാം പൊളിറ്റിക്സ് ഉണ്ടെങ്കിലും ഒരക്ഷരം മിണ്ടുകയാണ്. എന്നുവെച്ചാൽ പ്രവർത്തിക്കുവാൻ കഴിയുന്ന സാഹചര്യങ്ങളിലും ഒന്നും മിണ്ടുക. നേതൃത്വത്തിൽ ഇരിക്കുക, മാറ്റങ്ങൾ വരുത്തേണ്ടവരാ അനന്തിരിക്കുക. ഞാൻ ചെയ്താല് വെറുതെ ഇതിന് കഴിഞ്ഞിടയ്ക്ക് പറഞ്ഞതാ, ഈ സഭയിൽ പറയുന്നത് പഴകുവാർത്തം പോലെ വിഷയത്തെ കുറിച്ച് സംസാരിച്ചുള്ളതാണ്. നടപടി എടുക്കേണ്ട കാര്യമാണ്. നേതൃത്വത്തിൽ ഇരിക്കുക. അപ്പൊ പറയുക ഇതൊരു പഴകുപാത്രം പോലെയാ, താഴെ വീട് പൊട്ടാതെ സൂക്ഷിക്കാൻ വേണ്ടി ഒന്നും ഇണ്ടാകുന്ന പലയിടത്തും ഇങ്ങനെയാണ്. ഇതാ താഴ്മ എന്നാ വിചാരിക്കുന്നത്. ഒരക്ഷരം ഇട്ടത്തില്ല. ആ സംസാരിക്കുമൊക്കെ വർത്തമാനമൊക്കെ കേട്ടാൽ താഴ്മയാണ്. അതൊന്നുമല്ല താഴ്മ. അങ്ങനെയാണ് ഇത് ചോദിച്ചത്. ഒന്നും വിട്ടത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? താഴ്മയോടെ. റോമാലേഖനം 12-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട് 3-ാമത്തെ വാക്യത്തിൽ, ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരരുത്. യഥാർത്ഥ താഴ്മ ഇതുമുണ്ട്. ഒന്ന്, ദൈവം ഏൽപ്പിച്ചതിന് കീഴെ പോയാൽ അത് താഴ്മയല്ല. ശൗലിന്റെ താഴ്മയെ കുറിച്ച് പഴയ നിയമത്തിൽ വായിക്കുന്നുണ്ട്. ശമൂവേൽ പോയിട്ട് അഭിഷേകം ചെയ്തതാണ്. പിന്നെ ശമൂവേലിനെ കാണുമെന്ന് വായിക്കുന്നത് ജനം മുഴുവൻ രാജാവിനെ തെരയുക. എവിടെ ഇരിക്കുന്നത്? സാമാന്യങ്ങളുടെ ഇടയിൽ ഒളിച്ചിരിക്കുന്ന ശൗല്. അയ്യോ എന്തോ എളിമയാ. എന്തൊരു എളിമയാ. എളുപ്പം കൊണ്ടാണ് അവനെ ദൈവം തെരഞ്ഞു, അല്ലെങ്കിൽ അവൻ അഭിഷേകം ചെയ്യപ്പെട്ടവൻ. അവൻ പോയി ഒളിച്ചിരിക്കുക. ഇന്ന് പല താഴ്ക്കാരും അങ്ങനെയാണ്, ഒളിച്ചിരിക്കുക. ഞാൻ അതൊന്നും മാറ്റം വരുത്തേണ്ടവരാ. ഞാൻ അതിലൊന്നും കൈകടത്തുകയില്ല. ഒരു വ്യത്യാസം എനിക്ക് വരുത്തേണ്ട. നെഹമ്യാവിന്റെ കാലത്തെ 50,000 ജനത്തെ പോലെ മൗനമായിരിക്കുകയാണ്. അത് അതിനെ പൊളിഞ്ഞു കിടന്നോട്ടെ. നമുക്കിരുന്ന് കരയാം. അല്ലല്ല, കരഞ്ഞുകൊണ്ടിരുന്നാ പോരാ, എഴുന്നേറ്റ് പണിയേണ്ട കാലം വന്നിരിക്കുക. ഇത് ചെയ്യാതിരുന്നാൽ അത് താഴ്മയല്ല.
ദൈവം ഏൽപ്പിച്ചതിന് കീഴെ പോയാൽ അത് താഴ്മയല്ല. റോമാലേഖനം 12:3 പറഞ്ഞിരിക്കും, ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരാതെ. എന്നുവെച്ചാൽ ചിലരുടെ വീട്ടിൽ ചെന്നാൽ മകനാ അപ്പൻ, മനസ്സിലായോ? വീട്ടിൽ തീരുമാനം എടുക്കുന്നത് ആരാ? മകനാണ്. മോന്റെ കാര്യം അനുസരിച്ച് കാര്യങ്ങൾ പോകുള്ളൂ, അല്ലെങ്കിൽ ഭാര്യയുടെ ഇഷ്ടം അനുസരിച്ച് പോകുള്ളൂ. മുഴുവൻ നിയന്ത്രണമോടെ. അപ്പൊ മകൻ അപ്പനെ അപ്പം ബഹുമാനിച്ചോണം. ആ ഒരു അവസ്ഥയിൽ വന്നിരിക്കുക. പറഞ്ഞൊരു ഉദാഹരണം, അവന്റെ സ്ഥാനം വിട്ടുകളഞ്ഞ് വേറെ എന്തോ ആയെന്നുള്ളതല്ല പോയി. അല്ല, ദൈവം നമ്മെ ഏൽപ്പിച്ചതെന്തോ, എനിക്ക് നൽകിയ കൃപാകരമെന്തോ, എന്നെ ദൈവം പരമേൽപ്പിച്ച ഉത്തരവാദിത്തമെന്തോ അത് മറന്നു കളഞ്ഞ് മറ്റു പലതും ചെയ്യാതിരിക്കുക. ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചു വരാം. നമ്മുടെ നിയമത്തിൽ കണ്ട അനേക ഉദാഹരണങ്ങളുണ്ട്. രാജാവ് കടന്നു ചെന്ന് ഉസിയ രാജാവിനെ കുറിച്ച് നാം വായിക്കുന്നുണ്ട്. അവനെ ഏൽപ്പിക്കാൻ ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടി അവൻ ദേവാലയത്തിൽ കടന്നു, ധൂപപീഠത്തിന് ധൂപം കാട്ടുവാൻ കയറി. അവനെ ഏൽപ്പിച്ചിട്ടില്ല. ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരാൻ പോയാൽ അത് താഴ്മ. ഇത് രണ്ടും കർത്താവിനെ കുറിച്ച് പറഞ്ഞിരിക്കുക. കർത്താവ് പറയുക, എന്റെ ഭാവം തന്നെ താഴ്മ തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. അത് കർത്താവ് പറയുകയാണ്, എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നത് പിതാവിന് പ്രസാദകരമാണ്. നമ്മെ കുറിച്ച് ദൈവത്തിന്റെ ഇഷ്ടം എന്ന് പറയുന്നത് നാം ദൈവേഷ്ടം ചെയ്യുന്നവരാണ്. ദൈവേഷ്ടം ചെയ്യുന്നവരാണ്. ദൈവേഷ്ടം കേവലം അറിയുന്നവരല്ല, അത് ചെയ്യുന്നവരാണ്. ഇതിവിടെ ആ പ്രസംഗമൊക്കെ കഴിഞ്ഞു. സഹോദരന്മാരുടെ നല്ല ആ പ്രവർത്തനത്തെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ കേട്ടു. നല്ലതായിരുന്നു. ഇനി അടുത്തത് കേൾക്കാൻ വരാം. നദീനക്കാർ പറഞ്ഞതുപോലെ അടുത്ത യോഗത്തിന് ഇതിന് മികച്ചത് കേൾക്കാൻ കഴിയില്ല. സഹോദരൻ തീരുമാനങ്ങൾ എടുക്കും. ദൈവേഷ്ടം ചെയ്യുന്ന ഒരു ജീവിതമാണ് എന്റെ. ഞാൻ പറയട്ടെ, മുമ്പ് പറഞ്ഞതുപോലെ ഈ ദൈവേഷ്ടം എന്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെയുള്ള ഒരു സഹോദരന്മാരെ പഠിപ്പിക്കട്ടെ. നമുക്ക് തന്നെയാണ് നമ്മുടെ വീടൊന്ന് വിളിച്ച്, നമ്മുടെ വീട് അവിടുത്തെ എന്റെ സ്ഥാനം എന്താ, ഉത്തരവാദിത്വം. ഭർത്താവ് എന്ന നിലയിൽ ഞാൻ ചെയ്യേണ്ടുന്ന കാര്യം എന്താ പഠിപ്പിക്കണം. എല്ലാവരും ഭർത്താക്കന്മാർ നമുക്ക് ഇറങ്ങിക്ക് അയലോക്കത്തെ വീട്ടിൽ നോക്കിക്ക് സഭയിലെ വിഭാഗം എന്തൊക്കെയാണ് കഴിച്ചു വരണ്ടേ. അവരൊക്കെ അങ്ങനെയാ സർ, അവരെങ്ങനെയുമായിക്കോട്ടെ. ഒത്തിരി ഭാര്യമാരുണ്ടല്ലോ, അവരെ പോലെ ഒരാളെ ഞാൻ അല്ലല്ല. എല്ലാ വീട്ടിലും മക്കളില്ലേ, എല്ലാ വീട്ടിലും അപ്പന്മാരില്ലേ, എല്ലാ വീട്ടിലും അമ്മമാരില്ല. അതുപോലെ ഞാൻ അല്ലല്ല, അതുപോലെയല്ല. ഓരോ വിശ്വാസിക്കും അപ്പനെന്ന നിലയിൽ എന്തൊക്കെ വീട്ടിൽ ചെയ്യണമെന്നറിയാം. എന്റെ മക്കളുടെയും എന്റെ ഭാര്യയുടെയും ഒക്കെ ആത്മീക നിലവാരത്തിന്റെ ഉത്തരവാദിത്വം അപ്പന്മാർക്കുണ്ട്. ഭാര്യമാരുടെ ബന്ധത്തിൽ അമ്മമാരുടെ ബന്ധത്തിൽ ഇതേ ഉത്തരവാദിത്തമുണ്ട്. മക്കളുടെ ബന്ധത്തിൽ അപ്പനമ്മമാരെ ബഹുമാനിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്. കാര്യങ്ങൾ ചെയ്യേണ്ടത് ഉത്തരവാദിത്തമുണ്ട്. ജോലിയുള്ള ബന്ധത്തിൽ ജോലിയിൽ എങ്ങനെ പെരുമാറും, ഇതൊക്കെ ദൈവവചനത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാം അറിയാം. പ്രതികാരെ പഠിപ്പിക്കേണ്ട ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല. നമുക്കിതൊക്കെ അറിയാം, എനിക്കറിയാം. സഭയിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്, എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ എന്താ. ഞാൻ മിണ്ടാതിരിക്കേണ്ടതല്ല, ഞാൻ ശുശ്രൂഷ ചെയ്യേണ്ടത്. കർത്താവിനെ ഫലമേൽപ്പിച്ചു കാര്യങ്ങൾ ഞാൻ എന്റെ സഹോദരന്റെ ഭവനത്തിൽ പോയി ആശ്വസിപ്പിക്കേണ്ടതാണ്. എല്ലാം അറിയാം. ഒന്നും ചെയ്യുകയില്ല. പ്രിയരെ, ദൈവേഷ്ടം അറിഞ്ഞിട്ട് അത് ചെയ്യാതിരുന്നാൽ അധികം ശിക്ഷാവിധി. അധികം നൽകിയവരോട് അധികം ചോദിക്കും. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവം നമ്മെ ഫലമേൽപ്പിച്ചതെന്തോ അതനുസരിക്കുവാൻ, അത് പ്രമാണിക്കുവാൻ, ദൈവേഷ്ടം ചെയ്യുന്നവരായതുകൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായി തീരുവാൻ കർത്താവ് നമ്മെ സഹായിക്കും. ഈ ഇത്രയും സമയം നാം ഒന്നിച്ച് കർത്താവിന്റെ വലിയ വചനത്തിന് മുമ്പാകെ ആയിരുന്നപ്പോൾ നാം ചിന്തിച്ചതുപോലെ ദൈവത്തിന് നമ്മെ കുറിച്ച് ദർശനം. ദൈവത്തെ സർവജ്ഞാനിയായ സർവവ്യാപിയായ ദൈവമാണ് നമ്മുടെ ദൈവം. അവൻ ദഹിപ്പിക്കുന്ന അഗ്നിയായ ദൈവമാണ്. ഈ ദൈവം എന്നെ കണ്ടു. ഈ ദൈവം നമുക്ക് പ്രതിഫലം നൽകുന്ന ദൈവം. അതുകൊണ്ട് കർത്താവിന് വേണ്ടി നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കും. രണ്ടാമതാണ് നാം ചിന്തിച്ചത് ദൈവത്തിന് പ്രഥമ സ്ഥാനം നൽകുന്നവനായി. കർത്താവ് പറഞ്ഞതുപോലെ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവരെന്നെ എന്റെ ആഹാരം. ഇത് അറിഞ്ഞ് ചെയ്യുന്നതത്രേ എന്റെ പിതാവിന് പ്രസാദകരം. ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ ദൈവേഷ്ടം അറിഞ്ഞതുകൊണ്ട് അറിയണം, അത് ആവശ്യമാണ്.
സഹായിക്കുന്നവരായി തീരുവാൻ കർത്താവേ സഹായിക്കട്ടെ. അനേക വാക്യങ്ങൾ ഇതിനോടൊന്നും ചേർന്നടയ്ക്കുവാൻ നമുക്ക് കഴിയും. ദൈവം നമ്മെ സഹായിക്കട്ടെ. അതൊക്കെ വെച്ച് നമ്മുടെ ജീവിതത്തിൽ നാം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നതൊക്കെ അനുസരിക്കുന്നവരാണോ നമ്മെ ചിന്തന ചെയ്യുവാൻ ദൈവം നമ്മെ സഹായിക്കും. ഇത് ചെയ്യണമെങ്കിൽ ദൈവത്തിന് പ്രഥമ സ്ഥാനം നൽകണമെങ്കിൽ, ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ, അത് പ്രമാണിക്കണമെങ്കിൽ പ്രഥമ സ്ഥാനം നൽകുന്നത്. ഒന്നാം സ്ഥാനം കർത്താവിന്റെ താഴ്മ ധരിച്ചവരായി ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇങ്ങനെ അവസരം നൽകി തന്ന ഇവിടെയുള്ള തൃശ്ശൂരുള്ള YMEF-ന്റെ ഉത്തരവാദിത്തപ്പെട്ട സഹോദരന്മാരോടുള്ള എന്റെ ഹൃദയമായി നന്ദി അറിയിക്കുന്നു. ഇവിടെയുള്ള സഹസഭയോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കുന്നതാണ്. ദൈവമക്കളെ കുറിച്ചുള്ള ദൈവേഷ്ടം എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കി നാം ഇതുവരെ ദൈവവചനത്തിൽ മുൻപാകെ ഇരിക്കുകയായിരുന്നു. ദൈവം നൽകിയ വചനത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കേട്ട് മറന്നു പോകുന്നവരായിട്ടല്ല, നാം കേട്ടതുപോലെ ദൈവേഷ്ടം ചെയ്യുന്നവരായിട്ട് തീരുമാനം തക്കവണ്ണം ഈ വചന മുഖാന്തരം സഹായിക്കട്ടെ.